പ്രിയ കുട്ടികളെ, 30ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 29ാമത്തെ വീഡിയോ ക്ലാസ്സിൽ ലോഗരിതം ഉപയോഗിച്ചുള്ള ഡിഫറൻസിയേഷനും അതുപോലെ ഫങ്ഷൻസ് പാരാമെട്രിക് രൂപത്തിൽ തന്നാൽ അവയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡിവൈഡിസ് കാണുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ക്ലാസ് വളരെ ശ്രദ്ധാപൂർവം കണ്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു പഠിച്ചെന്ന് കരുതുന്നു. ഈ വീഡിയോ ക്ലാസ്സിൽ ഫംഗ്ഷനുകളുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണെന്നതിനെ കുറിച്ചാണ് ആദ്യം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഫംഗ്ഷനുകളുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സിംപ്ലി സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നൊക്കെ പറയാം. അതെങ്ങനെ കണ്ടുപിടിക്കാം, അവ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് വളരെ എളുപ്പമുള്ള കാര്യം തന്നെ. ഡിഫറൻസിയേഷൻ തുടരുകയാണ്. Let y equal to fx be a differentiable function of x. സാധാരണ പോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ പറഞ്ഞാൽ ഡിഫറൻറ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണെന്നിരിക്കില്ല. എല്ലാ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് കാണാൻ പറ്റില്ല കേട്ടോ. ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ, ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ദെൻ dy by dx അല്ലെങ്കിൽ f dash x എന്ന് പറയുന്ന പേരെന്താ? y എന്നുള്ള ഫംഗ്ഷൻ ഓഫ് x ആണെങ്കിൽ dy by dx അല്ലെങ്കിൽ f dash x എന്ന് പറയുന്ന പേരെന്താ? ഈസ് കോൾഡ് ദ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. സിംപ്ലി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയും. അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. പലതരത്തിൽ തന്നിട്ട് എക്സ്പ്ലിസിറ്റ് രൂപത്തില്, ഇംപ്ലിസിറ്റ് രൂപത്തില്, ലോഗരിതം ഉപയോഗിച്ച്, പാരാമെട്രിക് രൂപത്തിൽ തന്നാൽ ഇതിൽ നിന്നെല്ലാം നമ്മൾ അവസാനം dy by dx ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പൊ അതിനെയൊക്കെ എന്താ പറയാ? ഫംഗ്ഷനുകളുടെ ഫസ്റ്റ് ഓർഡറിലുള്ള ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സിംപ്ലി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്നാണ് പറയുന്നത്. dy by dx ഉണ്ടല്ലോ, ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x, അതിന് പറയുന്ന പേരെന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡറിലുള്ള ഡെറിവേറ്റീവ് ഓഫ് ആരുടെ? y വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയും. ഇനിയും ഇതിനെ വീണ്ടും നമുക്ക് ഇറ്റ് ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ y ഡാഷ് ഓർ y1. അതുകൊണ്ട് അറിഞ്ഞിരിക്കട്ടെ, നമ്മൾ ഇതുവരെയും രണ്ട് ചിഹ്നങ്ങളെ ഉപയോഗിച്ചോളൂ. dy by dx f dash x എന്ന ചിഹ്നം മാത്രമേ ഞാൻ പറഞ്ഞുള്ളായിരുന്നു. ഈ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ വീണ്ടും നമുക്ക് y ഡാഷ് ചരിച്ചിട്ട് വൈയുടെ മുകളിൽ ഡാഷ് അല്ലെങ്കിൽ y1 ഇങ്ങനെയായിട്ട് ഡിനോട്ട് ചെയ്യാം. എല്ലാം ഒന്ന് തന്നെ. ഓക്കെ, ദാറ്റ് ഈസ് dy by dx f dash x y dash y1, ദീസ് ആർ ഓൾ സെയിം. എല്ലാം ഒന്ന് തന്നെയാണ്. പല സന്ദർഭം അനുസരിച്ച് അന്നേരമുള്ള ചിഹ്നങ്ങൾ നമ്മൾ കൊടുക്കണമെന്നേ ഉള്ളൂ. തന്നിരിക്കുന്ന അനുസരിച്ചുള്ള ചിഹ്നങ്ങൾ കൊടുക്കുക. dy by dx എന്ന് പറഞ്ഞാലും f dash x എന്ന് പറഞ്ഞാലും y dash എന്ന് പറഞ്ഞാലും y1 എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതെന്താണ് ശരിക്കും? y-യുടെ ഫസ്റ്റ് ഓർഡറിലുള്ള ഡെറിവേറ്റീവ്. കാരണം y is a function of x ആണ് കേട്ടോ. അതുകൊണ്ട് y-യുടെ ഫസ്റ്റ് ഓർഡറിലുള്ള ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സിംപ്ലി ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയാം. ഇനി വീണ്ടും ദ ഡെറിവേറ്റീവ് ഓഫ് dy by dx, y-യുടെ അല്ല, നമ്മൾ dy by dx കണ്ടുപിടിച്ചേ, നമുക്കൊരു ആൻസർ കിട്ടി അല്ലെ? dy by dx കണ്ടുപിടിച്ചപ്പോൾ ഒരു ആൻസർ കിട്ടി. അത് വീണ്ടും എക്സിന്റെ ടേബിളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് എന്തും ആയിക്കോട്ടെ. വീണ്ടും ആ കിട്ടിയ ഫംഗ്ഷനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x. ആദ്യമേ കിട്ടിയ ഡെറിവേറ്റീവ് ഉണ്ടല്ലോ, അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് dy by dx വീണ്ടും ഒന്നുകൂടി എക്സിനെ അടിസ്ഥാനമാക്കി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാണ് ദ ഡെറിവേറ്റീവ് ഓഫ് dy by dx അല്ലെങ്കിൽ f dash x വിത്ത് റെസ്പെക്ട് ടു x. വീണ്ടും dy by dx അല്ലെങ്കിൽ f dash x ഒന്നുകൂടി എക്സിനെ അടിസ്ഥാനമാക്കി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതിന് പറയുന്ന പേരെന്താണ്? ഈസ് കോൾഡ് ദി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓർ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. y-യുടെ സെക്കൻഡ് ഓർഡറിലുള്ള ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x നടക്കും. എന്തേ ഉള്ളൂ? ഒന്നുമില്ല, ഡിഫറൻസിയേഷൻ തുടരുന്നതേ ഉള്ളൂ. ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു, പല മെത്തേഡ് പഠിച്ചു. ആ കിട്ടിയ ആൻസറിനെ ഒന്നുകൂടി അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഡെറിവേറ്റീവ് ഉണ്ട് സെക്കൻഡ്, രണ്ടാം പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന ഡെറിവേറ്റീവ് പറയുന്ന പേരാണ് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡറിലുള്ള ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയുന്നു. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ചിഹ്നമാണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ d സ്ക്വയർ y by d സ്ക്വയർ. ശ്രദ്ധിക്കുക കേട്ടോ, d യുടെ വൈയുടെ ഇടയ്ക്കാ മുകളിലാ രണ്ട്, d സ്ക്വയർ y by dx സ്ക്വയർ. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിന്, അതായത് dy by dx ഉണ്ടല്ലോ, ആ dy by dx ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ പറയുന്ന പേരാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഡിനോട്ട് ചെയ്യുന്നത് d സ്ക്വയർ y by dx സ്ക്വയർ അല്ലെങ്കിൽ f2 dash x അല്ലെങ്കിൽ y2 dash. ഈ രണ്ട് ഡാഷ് ഇടും, 11 അല്ലാണ്ട് y2 dash അല്ലെങ്കിൽ y2 എന്നൊക്കെ ഡിനോട്ട് ചെയ്യാം. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഡിനോട്ട് ചെയ്യുന്ന ചിഹ്നങ്ങൾ ഏതാ? dy by dx അല്ലെങ്കിൽ f dash x അല്ലെങ്കിൽ y dash അല്ലെങ്കിൽ y1. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ d സ്ക്വയർ y by dx സ്ക്വയർ അല്ലെങ്കിൽ f2 dash x അല്ലെങ്കിൽ y2 dash അല്ലെങ്കിൽ y2, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം.
അതായത് ഒന്നുകൂടി നോക്കി, ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാൽ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ്, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. ഇതിനാണ് ഫംഗ്ഷന്റെ, തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഈ കാണുന്ന കേട്ടോ ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ഇതിനാണ് ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്ന് പറയും. ഇതുപോലെ നമുക്ക് ഈ സെക്കൻഡ് ഡെറിവേറ്റീവിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ തേർഡ് ഓർഡറിലുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. തേർഡ് ഓർഡറിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ഫോർത്ത് ഓർഡർ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അതൊന്നും നമ്മുടെ സിലബസിനകത്തില്ല. നമുക്ക് സെക്കൻഡ് ഓർഡർ വരെ ഉള്ളൂ നമ്മുടെ സിലബസിനകത്തുള്ളൂ. ഹയർ ക്ലാസ് ചിലപ്പോൾ തേർഡ് ഓർഡർ ഫോർത്ത് ഓർഡർ അങ്ങനെ എന്ത് ഓർഡർ ഡെറിവേറ്റീവ് കാണാൻ നിങ്ങൾ പഠിക്കും. തൽക്കാലം നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. സെക്കൻഡ് ഓർഡറിലുള്ള ഒന്നുമില്ല, കിട്ടിയ ഡെറിവേറ്റീവിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. നമുക്ക് ഏതാനും പ്രോബ്ലംസ് ചെയ്യാം, പെട്ടെന്ന് മനസ്സിലായിക്കോളും. എക്സസൈസ് 5.7 ഫൈൻഡ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ് എന്നാണ് പറയുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. ഈ ഫംഗ്ഷൻ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ അല്ലേ? മൊത്തമായിട്ട് പറയുന്നത് ഒരു എക്സിലുള്ള ഒരു സാധാരണ ഫംഗ്ഷൻ ആണ്. ഇതൊരു ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലോ. ഇതിന് സെക്കൻഡ് ഓർഡർ കാണാനാണ്. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ നേരെ സെക്കൻഡ് ഓർഡറിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പ് ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പ് ചവിട്ടിയിട്ടാ സെക്കൻഡ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അല്ലേ? അതുപോലെ തന്നെയാണ് ആദ്യത്തെ ഡെറിവേറ്റീവ് കണ്ടിട്ട് വേണം സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് പോകാൻ. നേരെ പോയാൽ ബുദ്ധിമുട്ടാവുന്നു. അപ്പൊ ഇതിന് ആൻസർ നമ്മൾ ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് y എന്നുള്ള എഫ് എക്സ് പേര് കൊടുക്കുക. സാധാരണ പോലെ y എന്ന് പേര് കൊടുത്തേക്കാം, കാരണം ഇത് എക്സ്പ്ലിസിറ്റ് ആണ്. എക്സ് ഇതിനകത്ത് എക്സ് മാത്രമേ ഉള്ളൂ, അപ്പൊ അത് y എന്ന് പേര് കൊടുക്കണം. അപ്പൊ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ എക്സ് കണ്ടുപിടിക്കാം. y എന്ന് പേര് കൊടുത്താൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ എക്സ്. എഫ് എക്സ് എന്നാണ് നിങ്ങൾ പേര് കൊടുക്കുന്നെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന് ഇടുക. അതനുസരിച്ച് സന്ദർഭം അനുസരിച്ച് ചിഹ്നം മാറ്റിക്കോളുക. ഞാൻ y എന്ന് പേര് കൊടുത്തു, അതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് y അല്ലെ? ഇതിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവർത്തനമാണ്. 2x പ്ലസ് 3 ആണല്ലോ, 2x പ്ലസ് 3, പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാണ് അവിടെ ഇങ്ങനെ എഴുതുന്നല്ല, ഡി വൈ സ്ക്വയർ എന്നല്ല, ഇതിന്റെ ഇടയിൽ എഴുതാവുള്ളൂ. ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ എന്ന് വായിക്കും സെക്കൻഡ് ഓർഡർ. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒന്നുകൂടി അപ്പോൾ എന്ത് കിട്ടും? ഡി ബൈ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് 2x പ്ലസ്. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കട്ടെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നുള്ളൂ. ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഡി വൈ ബൈ ഡി എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് 2x പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 1 അല്ലെ? 2 into 1 plus 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതാണ് അതിന്റെ ആൻസർ. അത്രേ ഉള്ളൂ, വളരെ എളുപ്പമല്ലേ? ക്വസ്റ്റ്യൻ കണ്ട് ഇത് ഇതിനേക്കാൾ വളരെ സിമ്പിൾ ആണ്. അത് ഹോംവർക്ക് ആയിരുന്നു. എക്സ് റേസ് ടു 20 എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. മനസ്സിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടുത്തത് ചോദ്യം 3. ചോദ്യം ഇതാണ്, എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്. എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പൊ അതിന് y എന്ന് പേര് കൊടുക്കുക. ലെറ്റ് y ഈക്വൽ ടു എക്സ് ഇൻറ്റു കോസ് എക്സ്. ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ y1 അല്ലെങ്കിൽ y ഡാഷ് എന്നൊക്കെ ഡിനോട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഡി വൈ ബൈ ഡി എക്സ് ഇട്ടിരിക്കുന്നു. ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞ പ്രോഡക്റ്റ് റൂൾ അല്ലേ? എക്സ് ഇൻറ്റു കോസ് എക്സ് പ്രോഡക്റ്റ് റൂൾ അല്ലാണ്ട് വേറെ മാർഗമില്ല. ഫസ്റ്റ് ഇൻറ്റു അതൊക്കെ മനസ്സിലോർത്താൽ മതി. ഫസ്റ്റ് ഇൻറ്റു എഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് എഴുതി സമയങ്ങളിൽ വേണ്ടവർക്ക് എഴുതാം. എഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഉണ്ട് മൈനസ് സൈൻ എക്സ് പ്ലസ് ജി എക്സ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 യൂസിങ് പ്രോഡക്റ്റ് റൂൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് കിട്ടി. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ? അതായത് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ ഈ ഓരോ രണ്ട് പദങ്ങളുണ്ട്, ഓരോ പദത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഈ കിട്ടിയ ആൻസറിന് ഒന്നും കൂടി മൈനസ് എക്സ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കാണുന്നെങ്കിൽ വീണ്ടും പ്രോഡക്റ്റ് റൂൾ അല്ലേ? അത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ മൈനസ് എക്സ് സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? മൈനസ് എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് അതുപോലെ അല്ലെ? ഇൻറ്റു ഡെറിവേറ്റീവ് മൈനസ് എക്സ് മൈനസ് 1 യൂസിങ് പ്രോഡക്റ്റ്. മനസ്സിലായോ? മൈനസ് എക്സ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൂൾ ആണ് ഫസ്റ്റ്. അതുപോലെ ഇട്ടു ഡെറിവേറ്റീവ് കോസ് എക്സ് സൈൻ എക്സ് ആണ് കോസ് എക്സ് എന്ന് പറയുന്നത് പ്ലസ് സൈൻ എക്സ് അതുപോലെ ഇട്ടു ഡെറിവേറ്റീവ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. അപ്പൊ അത് കഴിഞ്ഞ് ഇത് ഇത്രയും ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് പ്ലസ് ഈ പ്ലസ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് വീണ്ടും മൈനസ് സൈൻ എക്സ് കിട്ടും. ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. ഇത്ര എഴുതിയാലും മതി. എങ്ങനെ എഴുതാം? മൈനസ് എക്സ് കോസ് എക്സ് ഈ സൈൻ എക്സിന് മൈനസ് മൈനസ് സൈൻ എക്സ് ഇവിടെ മൈനസ്, അപ്പൊ മൈനസ് 2
സൈൻ എക്സ് എന്ന് എഴുതാം. ഇത് രണ്ടും കൂട്ടിയേ മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് മൈനസ് 2 സൈൻ എക്സ്. അപ്പൊ ആൻസർ കിട്ടണം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇത്രയേ ഉള്ളൂ. അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യാവുന്ന വേറെ ചോദ്യമാണ്. ചോദ്യം 5ലേക്ക് വന്ന ആരൊക്കെ ഹോംവർക്ക് എല്ലാം ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ചോദ്യം 5 എക്സ് ക്യൂബ് ലോഗ് എക്സ്. എക്സ് ക്യൂബ് ഇൻറ്റു ലോഗ് എക്സിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പൊ അതിന്റെ ആൻസർ ലെറ്റ് y ഈസ് ഈക്വൽ കേട്ടോ. ഇതുപോലെ തന്നെ എഴുതാം. ആദ്യമേ dy ബൈ dx ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആദ്യം കണ്ടുപിടിക്കാം. എന്ത് കിട്ടും? പ്രോഡക്റ്റ് റൂൾ എന്ത് കിട്ടും? എക്സ് ക്യൂബ് ഇൻറ്റു 1/x. ഇത് ഓർത്താൽ മതി, പഠിച്ചില്ലല്ലോ, ചാപ്റ്റർ തീരാൻ പോവാ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് അതുപോലെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്താണ് 3x. ഇതെല്ലാം നിങ്ങളെ കാണാതെ പഠിപ്പിച്ചിരിക്കുന്ന എക്സ് ക്യൂബ് എക്സാമ്പിൾ ആണെങ്കിൽ പോലും കാണാതെ പഠിപ്പിച്ചിരിക്കുന്ന അതിലേക്ക് ഉപയോഗം എവിടെയാണ് വരുന്നത്. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇത് നമുക്ക് നമ്മൾ ലഘൂകരിച്ചിടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു എക്സ് വെട്ടിപ്പോയി, എക്സും മുകളിലത്തെ ഒരു എക്സിന് വെട്ടിപ്പോകും ഇതിന്ന് അല്ലെ. ബാക്കി എന്ത് കിട്ടും? ഇവിടെ എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ ലോഗ് എക്സ് ഇടാം. ഇത് നമ്മളല്ലേ 3x സ്ക്വയർ ആദ്യം എഴുതുന്നുള്ളൂ. ലോഗ് എക്സിന്റെ 3x സ്ക്വയർ 3x സ്ക്വയർ ആദ്യം എഴുതണം. അല്ലാണ്ട് എക്സിന്റെ 3x സ്ക്വയർ 3x ക്യൂബ് എഴുതിയാക്കരുത് കേട്ടോ. ലോഗ് എക്സ് വേറെയും 3x സ്ക്വയർ വേറെയുമാണ്. അപ്പൊ 3x സ്ക്വയർ ആദ്യം എഴുതി ലോഗ് എക്സ് എഴുതി. അപ്പൊ ഇനി വീണ്ടും നമുക്ക് സെക്കൻഡ് ഓർഡറിലേക്ക് വരാം. ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ അല്ലെങ്കിൽ എഫ് ക്യൂ ഡാഷ് എക്സ് സെക്കൻഡ് ഓർഡർ ആണ്. ഇവിടെ ഓരോ പദത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡിക്സ് അത് രണ്ട് പദങ്ങളുണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട് ഇതുണ്ട്. അപ്പൊ ഓരോ പദത്തെയും ആദ്യം എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് വീണ്ടും 2x ഇതിനെ കഴിഞ്ഞു എക്സ് സ്ക്വയർ പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് എഫ് എക്സിന് വരാൻ 3x സ്ക്വയർ എടുക്കാം, ജി എക്സിന് വരാൻ ലോഗ് എക്സ് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? ഫസ്റ്റ് അതുപോലെ 3x സ്ക്വയർ ഇത് മൊത്തം എഫ് എക്സിന് എടുത്തോളാം. അല്ലെ 3 കോൺസ്റ്റന്റ് വെളിയിൽ എടുക്കാനുണ്ടോ? അങ്ങനെ ഇത് ബ്രാക്കറ്റ് ഇട്ടാലും മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഇത് ഒരുമിച്ചാണ് എടുക്കുക. 3x സ്ക്വയർ ഒരുമിച്ചാണ് എടുക്കുന്നതേ ഉള്ളൂ, ഒറ്റ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. 3x സ്ക്വയറെ എഫ് എക്സ് ആയിട്ട് എടുക്കുന്നു, ലോഗ് എക്സ് ജി എക്സ് ആയിട്ട് സങ്കല്പിക്കുന്നു. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? 3 സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x പ്ലസ് സെക്കൻഡ് ലോഗ് എക്സ് അതുപോലെ ഇട്ടു ഇൻറ്റു 3 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 6x. ഞാൻ ചോദിച്ചിരുന്നതാണ് 3 സ്ക്വയർ 3 ഇൻറ്റു 2x അല്ലെ. 3x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 3 കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ മൊത്തം 6x വരും. ഇവിടെ ഒരു എക്സ് വെട്ടി പോകുന്നത്, ഇവിടെ അല്ലെ ഒരു എക്സ് വെട്ടി പോകും. ബാക്കി വരുന്നത് എന്താണ്? 2x പ്ലസ് 3x പ്ലസ് 6x ആദ്യം എഴുതാം ഇൻറ്റു ലോഗ് എക്സ്. 6x ആദ്യം രണ്ടും കൂട്ടി എങ്ങനെ എഴുതാം? 5x പ്ലസ് 6x ലോഗ് എക്സ്. ഇതാണ് ഫൈനൽ ആൻസർ. വേണമെങ്കിൽ എക്സ് പുറത്തേക്ക് എടുത്തെഴുതാം, നിർബന്ധമുള്ള കാര്യം വേണം. എക്സ് പുറത്തേക്ക് എഴുതാം, രണ്ടിലും എക്സ് കോമൺ ഇല്ലേ, എഴുതാം എക്സ് ഇൻറ്റു 5 പ്ലസ് 6 ലോഗ് എക്സ് വേണമെങ്കിൽ എഴുതാം. അടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ 8 ആണ്. ക്വസ്റ്റ്യൻ 8 ടാൻ ഇൻവേഴ്സ് എക്സിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ y എന്ന് പേര് കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ഓർഡർ പറഞ്ഞോളൂ. dy ബൈ dx ഇസ് ഈക്വൽ ടു മൈനസ് 1/1 പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലെ. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. നിങ്ങൾ കാണാതെ പഠിച്ചില്ല, ഫോർമുലയാണത്. ഇനി ഇതിനെ വീണ്ടും ഒന്നും കൂടി ഇവിടെ എഴുതാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ എക്സ് അല്ലെ. ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ എക്സ് ആണ്. അപ്പൊ ഇതിനെ ഈ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഒന്നും കൂടി എഴുതാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വേണം ഇവിടെ എഴുതിയേക്കാനോ ഇടയ്ക്ക് ഇടയ്ക്ക് എഴുതിക്കണം. ഡി ബൈ ഡി എക്സ് ഓഫ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് എഴുതിയേക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇത് നോക്കിയേ, ഇത് രണ്ട് തരത്തിൽ ചെയ്യാനുണ്ട്. ഇത് വേണമെങ്കിൽ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കാം. യു ബൈ വി രൂപത്തിലല്ലേ, അല്ലെങ്കിൽ എഫ് എക്സ് ബൈ ജി എക്സ് രൂപത്തിലല്ലേ കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ എളുപ്പമാർഗം നിങ്ങൾക്ക് അറിയാലോ, ചെയിൻ റൂൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ചെയിൻ റൂളിൽ പഠിപ്പിച്ചത് ഏത് രൂപത്തിലാണ്? ഇതേ കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം. അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയിൻ റൂൾ ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാം. കാരണം ലിസ്റ്റ് ഓഫ് ഡെറിവേറ്റീവ്സില് നമ്മുടെ ലിസ്റ്റിനകത്ത് ഏത് ഫോർമുലയുടെ സാമ്യം 1/x പോലെയല്ലേ. എക്സിന് പകരം 1 പ്ലസ് എക്സ് സ്ക്വയർ ആണെന്നേ ഉള്ളൂ. 1/x ഡെറിവേറ്റീവ് കാണാതെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. എന്താണ് 1/x ഡെറിവേറ്റീവ്? മൈനസ് 1/x കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും പറയാം, എല്ലാ സ്കൂളിലും പറയാറില്ല. നിങ്ങളെ ഞാൻ കാണാതെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 1/x രൂപത്തിലാണ് എക്സ് സ്ക്വയർ ഉണ്ട്. ഇത് മൊത്തം എക്സ് ആയിട്ട് ഈ ഡിനോമിനേറ്റർ മൊത്തം എക്സ് ആയിട്ട് 1/x ആയിട്ട് സങ്കല്പിക്കാം. 1/x ഡെറിവേറ്റീവ് എന്താ? മൈനസ് 1/x സ്ക്വയർ മൈനസ് 1/1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ. തീർന്നോ? ഇല്ലല്ലോ. ഇൻറ്റു എക്സിന് പകരം വന്ന 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ആണ്. എക്സിന്റെ സ്ഥാനത്ത് 1 പ്ലസ് എക്സ് സ്ക്വയർ അവന് ഒന്നും കൂടി. അപ്പൊ എന്തുകൊണ്ട് 2x 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് 2x എന്നല്ലേ 2x കിട്ടുന്നു കേട്ടോ. കഴിഞ്ഞില്ലേ? ഇതിലെ കുറെ കൂടി എളുപ്പം. കോഷ്യന്റ് റൂൾ ഇത് തന്നെ കിട്ടും. കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇത് തന്നെ കിട്ടും.
പക്ഷെ അതാണ് കുറെ ലെങ്തി പ്രോസസ്. അതിനേക്കാൾ വളരെ എളുപ്പം. ഏത് ഫോർമുല അപ്ലൈ ചെയ്ത് ഡെറിവേറ്റീവ് ഓഫ് 1/x മൈനസ് 1/x സ്ക്വയർ എന്നിട്ട് എക്സിന് പകരം വന്ന 1 + x സ്ക്വയറിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻറ്റു ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2x ബൈ 1 + x സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ എന്ന ഫൈനൽ ആൻസർ. ഇത് അത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടി. അതിന്റെ ആൻസർ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ 9 10 നിങ്ങൾക്ക് ഹോംവർക്ക് വരുന്നത് ഇപ്പൊ ചെയ്ത പോലുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യം 11 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇഫ് y ഈക്വൽ ടു 5 cos x മൈനസ് 3 sin x പ്രൂവ് ദാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. d² y/dx² പ്ലസ് y is equal to 0 എന്ന് തെളിയിക്കുക. ഇവിടെ തെളിയിക്കാൻ y തന്നിട്ട് നമ്മൾ എടുക്കേണ്ട y എടുക്കേണ്ട കാര്യം. ഇവിടെ ഓൾറെഡി y എന്ന ചോദ്യകർത്താവ് തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷനെ ഉണ്ടല്ലോ y എന്ന് തന്നിട്ടുണ്ട്. ആണെങ്കിൽ പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. ഈ ഇക്വേഷൻ തെളിയിക്കണം. രണ്ട് തരത്തിൽ ചെയ്യാം. ഞാൻ രണ്ട് മെത്തേഡും കാണിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്തോളൂ. അപ്പൊ ഇത് തെളിയിക്കണമെങ്കിൽ ഇതിന്റെ LHS നോക്കി എന്തൊക്കെ വേണം? d² y/d² വേണമല്ലോ. അത് കാണാനല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അതിനോട് y തന്നിട്ടുണ്ടല്ലോ. രണ്ടും കൂട്ടിയാൽ എല്ലാ പദങ്ങളും വെട്ടിപ്പോകും. നമുക്ക് 0 എന്ന് കിട്ടും. അതൊരു മെത്തേഡ്. അത് ഡയറക്റ്റ് മെത്തേഡാണ്. സാധാരണ ഇന്ന് പോലുള്ള മെത്തേഡ്. ഇതിനകത്ത് ആവശ്യമുള്ള d² y/d² ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ അതിന് dy/dx തുടങ്ങണം അല്ലെ? നേരെ d² y/d²ലേക്ക് പോകാൻ പറ്റില്ലല്ലോ. dy/dx തുടങ്ങുക, എന്നിട്ട് സെക്കൻഡ് ഓർഡർ കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ടും കൂട്ടുക. അപ്പോൾ കിട്ടിക്കോളും. അതൊരു മെത്തേഡാണ്. വേറെ അതിനേക്കാൾ കുറച്ചുകൂടി സിമ്പിൾ, സ്റ്റെപ്പ് കുറയ്ക്കാവുന്ന ഒരു സ്റ്റെപ്പ് കൂടി വേണം. അപ്പൊ ആദ്യം ഇത് നമുക്ക് ചെയ്യാം. ആൻസറില് ആദ്യത്തെ മെത്തേഡ് പറഞ്ഞാൽ മെത്തേഡ് 1 ഇതല്ലേ തന്നിട്ട് y is equal to 5 cos x മൈനസ് 3 sin x. ഞാൻ ആദ്യം എടുത്ത് എഴുതി. ആദ്യം നമുക്ക് dy/dx പോവാം. dy ഇത് ചോദ്യത്തിനകത്ത് തന്നിരിക്കുന്ന ചിഹ്നം തന്നെ ഉപയോഗിക്കട്ടോ. ഇതിനകത്ത് ഇപ്പൊ d² y/d² ആ രൂപത്തിലല്ലേ. ചിലപ്പോ ചില ചോദ്യത്തിനകത്ത് ഇതിന് പകരം എന്താ പറയുക f2' അല്ലെങ്കിൽ y2 എന്നൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ y2' എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതനുസരിച്ച് ഇവിടെ മാറ്റിക്കണം. ചോദ്യത്തിനകത്ത് തന്നിരിക്കുന്നത് ഇവിടെ ചോദ്യത്തിനകത്ത് dy/dx രൂപത്തിൽ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആൻസർ എടുക്കുക. മനസ്സിലായി? ചിലപ്പോൾ ഈ ഇതിന് പകരം ഉപയോഗിക്കാത്ത ചിഹ്നങ്ങൾ ഏതൊക്കെയാം? y2' ഉപയോഗിക്കാം, അല്ലെങ്കിൽ y2 എന്നൊക്കെ ഉപയോഗിക്കും. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ y1 കിട്ടണം. dy/dx y1 അല്ലെ, d² y/d² വരെ y2 എന്നൊക്കെ എടുക്കണം. അത് ചെയ്യാം. ഇത് കഴിയുമ്പോൾ 1-2 പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് അതിന് ഫസ്റ്റ് ഓർഡർ dy/dx ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്തേ. ഇതിന് ഓരോ പദത്തെയും രണ്ട് പദങ്ങളല്ലേ? 5 cos x മൈനസ് 3 sin x. ആദ്യ പദത്തിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 5 ഇൻറ്റു മൈനസ് n. അപ്പൊ മൈനസ് 5 sin x എന്ന് നേരിട്ട് എഴുതിയാൽ പോലെ 5 ഇൻറ്റു cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് n. അപ്പം മൈനസ് 5 sin x നേരിട്ട് അവിടെ എഴുതാം. മൈനസ് 3 ഇൻറ്റു sin x ന്റെ ഡെറിവേറ്റീവ് cos x. dy/dx ആയി. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡറിലേക്ക് പോകാം. therefore d² y/dx². വീണ്ടും ഇതിന്റെ അർത്ഥം എന്താണ്? dy/dx ഒന്നും കൂടി അല്ലെ ഡിഫറൻഷിയേറ്റ് വൺസ് അഗെയിൻ വിത്ത് റെസ്പെക്ട് x. അപ്പൊ എന്താണ്? മൈനസ് 5 ഇൻറ്റു sin x ന്റെ ഡെറിവേറ്റീവ് വീണ്ടും cos x. മൈനസ് 3 ഇൻറ്റു വീണ്ടും എന്താണ്? മൈനസ് sin x അല്ലെ. മൈനസ് 3 ഇൻറ്റു cos x വീണ്ടും മൈനസ് sin x. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 5 cos x പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3 sin x. അപ്പം പ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടുക. അതുകൊണ്ട് നമ്മുടെ LHS പ്രൂവ് ചെയ്യുന്നതിന്റെ പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നതിന്റെ LHS എന്ന് പറഞ്ഞാൽ എന്താ? d² y/d² അല്ലേ? അതിന് പകരം എന്തുകൊണ്ട് ചെയ്ത് കൊടുക്കാം? മൈനസ് 5 cos x പ്ലസ് 3 sin x പ്ലസ് ഈ പ്ലസ് ആണ് കേട്ടോ, പ്ലസ് y എന്ന് പറയുന്നത് y അങ്ങനെ കൊടുക്കരുത്. y എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, അത് കൊടുക്കുക കേട്ടോ. വൈയുടെ തന്നിരിക്കുന്ന വാല്യൂ കൊടുക്കാം. y എന്ന് പറയുന്നതാണ് 5 cos x മൈനസ് 3 sin x. നോക്കി എല്ലാ പദങ്ങളും വെട്ടിപ്പോയി നോക്കി. മൈനസ് 5 cos x പ്ലസ് 5 cos x പ്ലസ് 3 sin x മൈനസ് 3 sin x വെട്ടിപ്പോയി ഈക്വൽ 0. LHS ഈക്വൽ RHS. വളരെ എളുപ്പമുള്ള മെത്തേഡ് അല്ലേ? ഇനി മെത്തേഡ് 2 കാണിച്ചേക്കാം. മെത്തേഡ് 2 എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പുകളെ ഇവിടെ വരെ സെയിം തന്നെയാണ് കേട്ടോ. ഇതിപ്പോ മെത്തേഡ് 1. ഇനി മെത്തേഡ് 2 ആണ്. ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ സെയിം തന്നെ. y എടുത്തിരുന്നു, dy/dx d² y/d². എന്നിട്ട് നമ്മൾ മെത്തേഡ് 1 എന്താ ചെയ്തത്? ഈ കിട്ടിയത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ നോക്കിയുള്ളൂ. ഈ സെക്കൻഡ് സ്റ്റെപ്പിലെ വീണ്ടും ഈ രണ്ട് പദങ്ങളിൽ നിന്ന് ഇത് മൈനസിൽ തുടങ്ങരുത്. മൈനസ് വെളിയിലേക്ക് എടുത്തേ. ഈ രണ്ട് പദങ്ങളെ ഇത് മൈനസിലല്ലേ തുടങ്ങുന്നത്. അപ്പൊ മൈനസ് പറഞ്ഞാൽ പിന്നെ ഇവിടെ കിട്ടും മൈനസ് ഓഫ് 5 cos x ഇത് മൈനസ് 3 sin x എന്ന് ആകിയല്ലേ അല്ലേ? നോക്കി മൈനസ് ഓഫ് 5 cos മൈനസ് 5 മൈനസിന് മൈനസ് പ്ലസ് തന്നെ കിട്ടുന്നില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഈ കാണുന്നത് എന്താ? ഇത്
അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അത് വൈ തന്നെയല്ലേ നോക്കി, വൈയുടെ വാല്യൂല്ലേ ഹൈ കോസ് എക്സ് മൈനസ് 3 sin x ഉണ്ട്. അപ്പൊ മൈനസ് എഴുതിക്കാണെങ്കിൽ മൊത്തം വൈ കൊടുക്കാൻ പാടില്ലേ. അപ്പൊ ഇടതുവശം എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ ആണ് ഈക്വൽ മൈനസ് വൈ കിട്ടില്ലേ. ഈ മൈനസ് വൈ ഇപ്പുറത്തേക്ക് എടുത്തേ. therefore ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഉണ്ടോ മൈനസ് വൈ ഇടതുവശത്തേക്ക് എടുത്തത് ഈക്വൽ 0 എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ലേ. അത് വേറൊരു മെത്തേഡ്. അത് നിങ്ങൾക്ക് മനസ്സിലായതുപോലെയൊക്കെ ചെയ്യട്ടോ. അത് മെത്തേഡ് പക്ഷെ ചില ചോദ്യങ്ങളിലെ ഈ ഇപ്പൊ ചെയ്തതുപോലെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ചില ചോദ്യം ഈ നമ്മുടെ പുസ്തകത്തിൽ ചെയ്യുന്നുണ്ട് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതും കൂടി അറിഞ്ഞിരിക്കുക, ഈ മെത്തേഡ് കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ മൈനസ് വെളിയിലെടുത്തതെന്ന് മനസ്സിലായോ, എങ്കിലേ നമുക്ക് ബാക്കിയുള്ള ഭാഗം വൈ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. മൈനസ് വെളിയിലെടുത്തെങ്കിൽ മാത്രമേ അതിന് ശേഷമുള്ള ഭാഗം വൈ എന്ന് കിട്ടുള്ളൂ, എങ്കിലേ നമുക്കിത് പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ചോദ്യം 12 അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ചോദ്യം 13 ശ്രദ്ധിക്കുക. ഇഫ് y ഈക്വൽ ടു 3 cos log x പ്ലസ് 4 sin log x ഷോ ദാറ്റ് എക്സ് സ്ക്വയർ വൈ ടു ഇവിടെ കണ്ടോ ചിഹ്നം മാറിയണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നും ചോദിക്കാം കേട്ടോ. അതിന് പകരം ഇവിടെ വൈ ടു എന്നാണ് വന്നിരുന്നത്. എക്സ് സ്ക്വയർ വൈ ടു പ്ലസ് എക്സ് വൈ വൺ, വൈ വൺ എന്തിനു പകരം ഡി വൈ ബൈ ഡി എക്സിന് പകരം പ്ലസ് വൈ ഈക്വൽ 0. ഇത് മൂന്നോട് കൂട്ടിയാൽ 0 എന്ന് തെളിയിക്കുക. അപ്പൊ വൈ തന്നിട്ടുണ്ടേ അല്ലെ, വൈ 3 ഇൻറ്റു കോസ് ലോഗ് എക്സ് പ്ലസ് 4 ഇൻറ്റു സൈൻ ലോഗ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇക്വേഷൻ തെളിയിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ചെയ്തതുപോലെ വേണമെങ്കിൽ എന്താ ഇതിനകത്ത് ആവശ്യമുള്ള വൈ വൺ ഡി വൈ ഡി സ്ക്വയർ വൈ ടു ഡി സ്ക്വയർ വൈ ഡി സ്ക്വയർ കണ്ടുപിടിച്ച് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാം. മനസ്സിലായോ? അതങ്ങനെ നിങ്ങൾ വേണ്ടവരങ്ങനെ ചെയ്തു. ഞാൻ രണ്ടാമത്തെ മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? ഡി വൈ വൺ എന്ന് പറയുന്നത് ഡി വൈ ഡി സ്ക്വയർ. അപ്പൊ ആദ്യമേ ഡി വൈ ഡി സ്ക്വയർ കണ്ടുപിടിക്കുക, വൈ വൺ കണ്ടുപിടിക്കുക, പിന്നെ വൈ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ. എന്നിട്ട് ആ രണ്ടെണ്ണം ഇതിനകത്ത് എക്സ് സ്ക്വയർ അതുപോലെ ഇടുക ഇൻറ്റു വൈ ടു എക്സ് അതുപോലെ ഇടുക, വൈ വണ്ണിന്റെ വാല്യൂ കൊടുക്കുക, വൈയുടെ വാല്യൂ കൊടുക്കുക. എല്ലാ പദങ്ങളും വെട്ടിപ്പോയിട്ട് 0 എന്ന് കിട്ടിക്കോളും. അപ്പൊ അതിനേക്കാൾ അല്പം കൂടി സ്റ്റെപ്പുകൾ കുറയ്ക്കാവുന്ന ഒരു മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് എഴുതാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഞാൻ എടുത്തെഴുതുകയാണ്. y is equal to 3 cos log x plus 4 sin log x. നമുക്ക് ആദ്യം y1 നേരെ y2 ലേക്ക് പോകാൻ പറ്റില്ലോ. ഞാൻ പറഞ്ഞല്ലോ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ചിഹ്നങ്ങൾ അനുസരിച്ച് ഇവിടെ ചെയ്യാം. ഇവിടെ y1 y2 എന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ y1 എന്ന് പറയുന്നത് എന്തിനു പകരം നിൽക്കുന്ന dy by dx ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ്. പറഞ്ഞോളൂ 3 ഇൻറ്റു കോസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എല്ലാം പഠിച്ചോ. 3 കോസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് മനസ്സിൽ ഓർത്തെ നിങ്ങൾ എല്ലാവരും. കോസ് ലോഗ് എക്സ് ഏത് രൂപത്തിലാണ്? ലിസ്റ്റിലെ കോസ് എക്സിന്റെ രൂപത്തിലാണ്. കോസ് എക്സ് അല്ല, കോസ് എക്സിന്റെ രൂപത്തിലാണ്. അപ്പൊ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്നതുപോലെ കോസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ലോഗ് എക്സ് മാത്രം മതിയോ? പോരാ. എക്സിന് പകരം വന്ന ലോഗ് എക്സിന് ഒന്നും കൂടി ഇപ്പൊ ഇൻറ്റു ഉണ്ടോ 1/x. അപ്പൊ ഇത്രയും വരും. തീർന്നില്ല. പ്ലസ് 4 ഇൻറ്റു സൈൻ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇതുപോലെ പറഞ്ഞ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്നതുപോലെ സൈൻ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് ലോഗ് എക്സ് മാത്രം മതിയോ? പോരാ. ഇൻറ്റു 1/x വരും അല്ലെ, ലോഗ് എക്സ് ഒന്നും കൂടി. ഇപ്പൊ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. y1 അല്ലെങ്കിൽ dy by dx ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെയാണ് ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ അതിനെ ഇടതുവശത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ മാറ്റിയിട്ട് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത്. നല്ലതെന്നേ പറയുന്നത്, നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ ഇട്ട് അടുത്ത സെക്കൻഡ് വൈറ്റ് കണ്ടുപിടിക്കും, ഇതുപോലെ ഇട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. കുറച്ചുകൂടി എളുപ്പം എന്താണ്, ഈ ഡിനോമിനേറ്റർ ഒക്കെ വരികയാണെങ്കിൽ ഡിനോമിനേറ്റർ ഫംഗ്ഷൻ, ഡിനോമിനേറ്റർ കോൺസ്റ്റന്റ് ആണ് വേണ്ട, ഇപ്പൊ ഫംഗ്ഷൻ ആണല്ലോ, ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്. അപ്പൊ ആ ഡിനോമിനേറ്റർ മാറ്റിയിട്ട് ഇടതുവശത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നതാണ് നല്ലതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ഒരു കാര്യം, നമുക്കിതിനെ ഒറ്റ ഡിനോമിനേറ്റർ ആക്കുക, രണ്ടും കൂടി. ഇംപ്ലൈസ് y1 ഈസ് ഈക്വൽ ടു -3 സൈൻ ലോഗ് എക്സ്. അത്ര എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി കുറയ്ക്കാം. കുറച്ച് ഏറ്റവും മിനിമം സ്റ്റെപ്പ് എഴുതാം. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എക്സ് അല്ലേ രണ്ടിന്റെയും. അപ്പൊ ഡിനോമിനേറ്റർ കളയേണ്ട ഈ ഇക്വേഷൻ മൊത്തം എക്സോട് ഗുണിച്ചാൽ പോരെ. അത് തന്നെയാണ് ഇത് കൂട്ടി ഒറ്റ ഹോൾ ഡിവൈഡ് ബൈ ഇട്ട ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് രണ്ടും ഒന്നും ഫലത്തിൽ സെയിം തന്നെയാണ്. അപ്പൊ അത്രയും മെനക്കെടാതെ നേരെ ഉണ്ടാവണം. ഇതിന്റെ ഡിനോമിനേറ്റർ എക്സ് ആണ്, ഇതിന്റെ ഡിനോമിനേറ്റർ എക്സ് ആണ്. അപ്പൊ ഡിനോമിനേറ്റർ കളയേണ്ട ത്രൂ ഔട്ട് എക്സോട് വിളിച്ചാൽ പോലെ. എക്സോട് വിളിക്കുമ്പോൾ എക്സ് എക്സ് വെട്ടിപ്പോകും, ഇവിടെ വെട്ടിപ്പോക്കോളും. അപ്പം മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ, ഞാൻ ഇവിടെ ഇടുന്നത് മൾട്ടിപ്ലൈയുടെ ഷോർട്ട് ഫോം ഞാൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കട്ടോ. ഇൻറ്റു മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ, ത്രൂ ഔട്ട് ആണ് ഏതെങ്കിലും വെച്ചിട്ടില്ല, രണ്ട് വശത്താണ് മൾട്ടിപ്ലൈ ആണ്. എന്തുകൊണ്ടാ? ബൈ എക്സ്, എക്സ് കൊണ്ട് കുടിക്കുക. എന്തിനാണെന്നറിയാം, ഇത് കണ്ടോണ്ടാണ് കേട്ടോ, ഈ എക്സ് കളയാൻ വേണ്ടിയിട്ടാണ് എക്സ് കൊണ്ട് കുടിക്കുക. ഇവിടെ എക്സ് സ്ക്വയർ ആയിരുന്നു, എക്സ് സ്ക്വയർ കൊണ്ട് കുടിക്കണമായിരുന്നു. അടുത്ത
എന്തായാലും നമ്മുടെ ലക്ഷ്യത്തിലേ ഉള്ളൂ ഡിനോമിനേറ്റർ കളയണം. ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ കളയുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ രണ്ടെണ്ണം ഡിനോമിനേറ്റർ ഉണ്ട്, ഇവിടെയുണ്ട് ഡിനോമിനേറ്റർ, ഇവിടെയുണ്ട് ഡിനോമിനേറ്റർ. അപ്പൊ എക്സോട് ഗുണിച്ചാൽ മതി. അത് നിങ്ങൾക്ക് രണ്ടുമൂന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായിക്കോളും. അപ്പൊ എന്തുകൊണ്ടും പറഞ്ഞ് എക്സോട് ഗുണിച്ച് പറഞ്ഞേ. ഞാൻ ഇതുവരെ y2ലേക്ക് പോയിട്ടോ, y2ലേക്ക് പോകാൻ പോണതേ ഉള്ളൂ. അപ്പൊ അതിന് y1 ഒന്നുകൂടി ലഘൂകരിക്കുന്നതേ ഉള്ളൂ. പറഞ്ഞോളൂ, എക്സോട് ഗുണിച്ചാൽ ഇവിടെ എന്ത് കിട്ടും? എക്സ് y1. ഇടതുവശം x into y1. എക്സോട് ഗുണിച്ചാൽ x into y1. ഇവിടെ ഗുണിച്ചാൽ എക്സ് എക്സ് വെട്ടിപ്പോയില്ലേ? ബാക്കി എന്ത് വരും? -3. 3 -3 സൈൻ ലോഗ് എക്സ്. ഇവിടെയോ +4 കോസ് ലോഗ് എക്സ്. ശരിയല്ലേ? എക്സ് വെട്ടിപ്പോയി. ഇവിടെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ എക്സ് വെട്ടിപ്പോയി. ബാക്കിയുടെ 4 കോസ് ലോഗ് എക്സേ ഉള്ളൂ. അവിടെ ഫ്രാക്ഷൻ മാറിയില്ലേ? ഡിനോമിനേറ്റർ മാറിയില്ലേ? മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഡിഫറൻഷിയേറ്റ്. ഇത് നമ്മുടെ y2ലേക്ക് എത്തിച്ചേരേണ്ടത്. y2 നമുക്ക് ഇവിടെ കൊണ്ടുവരണം കേട്ടോ. അപ്പം എന്ത് ചെയ്യണം? ഇത് y1ലുള്ള ഇക്വേഷൻ ആണ്. ഇതിനകത്ത് y1 ആണ് കിടക്കുന്നത്. നോക്കിയ സ്റ്റുഡൻസ് ഇവിടെ y1 ആണ് കിടക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിനകത്ത് y2 കൊണ്ടുവരണം. അപ്പൊ ഇതിനകത്ത് y2 കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ ഒന്നും കൂടി അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട്. അപ്പൊ ഇവിടെ എഴുതാം ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ നമ്മുടെ കേട്ടോ. അതിന്റെ ഇരുവശവും ബോത്ത് സൈഡ്സ് വൺസ് അഗെയിൻ ഭംഗിക്ക് വേണ്ടി അങ്ങനെ എഴുതിയില്ല. വൺസ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അർത്ഥം ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒന്നും കൂടി അല്ല, ഒരു ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. അപ്പൊ ഡിഫറൻഷിയേറ്റ് വൺസ് അഗെയിൻ വിത്ത് റെസ്പെക്ട് എക്സ്. അപ്പൊ LHSന്റെ ഡെറിവേറ്റീവ് ആലോചിച്ച് എക്സ് ഇൻറ്റു y1. എക്സ് ഇൻറ്റു y1 അതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഡിഫറൻഷിയേറ്റ് ഇരുവശം ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ എക്സ് ഇൻറ്റു y1ന്റെ ഡെറിവേറ്റീവ് എന്താ? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണ്ടേ? എക്സ് ഇൻറ്റു y1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് റൂൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിന് എക്സ് ഇൻറ്റു y1നെ ഡിഫറൻഷിയേറ്റ് പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് എഫ് എക്സ് അതുപോലെ എക്സ് അതുപോലെ ഇട്ടു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y1 y2 അല്ലേ? y1 എന്ന് പറഞ്ഞാൽ dy/dx അല്ലേ? അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? d²y/d², അല്ലെങ്കിൽ dy2. ഞാൻ പറയാം തന്നിരിക്കുന്ന ചിഹ്നം കൂടെ വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ dy/dx ആണ് എഴുതിയിരുന്നത് എങ്കിൽ ഇവിടെ എന്താ എഴുതിയാനെ? എക്സ് ഇൻറ്റു d²y/d² എന്ന് എഴുതണമായിരുന്നു. തന്നിരിക്കുന്ന ചിഹ്നം അനുസരിച്ച് ഇവിടെ y1 ആയതുകൊണ്ട് സെക്കൻഡറി y2. ഇവിടെ dy/dx ആണെന്ന് നമ്മൾ എഴുതിയിരുന്നത് എങ്കിൽ ഇവിടെ സെക്കൻഡറി d²y/d² എഴുതണമായിരുന്നു. തീർന്നില്ല. ഇതിന്റെ ഡെറിവേറ്റീവ് ആണോ പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് അതുപോലെ y1 അതുപോലെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു 1. ഇപ്പൊ ഇടതുവശത്തിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു, പ്രോഡക്റ്റ് റൂൾ. LHSന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു, പ്രോഡക്റ്റ് റൂൾ ആണ്. ഇനി RHS നോക്കിയേ, ഈക്വൽ ടു -3 കോൺസ്റ്റന്റ് വെളിയിലിട്ടു. സൈൻ ലോഗ് എക്സ് എല്ലാവർക്കും അറിയാം, ഡെറിവേറ്റീവ് ആണ്. കോസ് ലോഗ് എക്സ് മാത്രം മതിയോ? പോരാ, ഇൻറ്റു 1/x കണ്ടോ? സൈൻ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സിന് ഒന്നുകൂടി 1/log x പ്ലസ് 4 ഇൻറ്റു കോസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് പോലെ പറഞ്ഞേ സ്ഥലമില്ല താഴെ പ്ലസ് 4 ഇൻറ്റു കോസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ലോഗ് എക്സ് മാത്രം മതിയോ? ഇൻറ്റു ലോഗ് എക്സ് ഒന്നുകൂടി ഇൻറ്റു 1/x ഉണ്ടോ? അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി വീണ്ടും എന്താ റൈറ്റ് സൈഡ് നോക്കിയാൽ ഡിനോമിനേറ്റർ വന്നില്ലേ നോക്കി. ഈ ഡിനോമിനേറ്റർ വരുന്നപ്പോഴും അന്നേരം മാറ്റിക്കോളൂ, എന്നിട്ട് മുമ്പോട്ട് പോകുന്നതല്ല. എപ്പോഴും ഡിനോമിനേറ്റർ ഇട്ട് ചെയ്താൽ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാവും, ഛേദം കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഡിനോമിനേറ്റർ വീണ്ടും വന്നാലെന്താ അതിന് വീണ്ടും മാറ്റുക. എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ എക്സ് അല്ലേ വീണ്ടും വന്നില്ല, അതിന് എക്സ് കൊണ്ട് ഗുണിച്ചാൽ പോലെ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ എക്സ്. മൾട്ടിപ്ലൈ ബൈ എക്സ് തന്നെയാണ് കേട്ടോ. അതൊന്നും നിർത്തും. ഞാൻ പറഞ്ഞല്ലോ പല മെത്തേഡ് ചെയ്യാം. ഓരോ സ്ഥലത്തും ഇപ്പം ചില ട്യൂഷനൊക്കെ പോകുന്നത് വേറെ മെത്തേഡിലേക്ക് ആയിരിക്കും പഠിപ്പിക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഡിനോമിനേറ്റർ കളയാനായിട്ട് വീണ്ടും എക്സ് കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ഇവിടെ ഇടതുവശത്ത് ഓരോ പദത്തെയും ഗുണിക്കണ്ട, മൊത്തത്തിലാണ് ഗുണിക്കുന്നത്. രണ്ടു വശത്ത് ഓരോ പദത്തെയും എക്സ് കൊണ്ട് ഗുണിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ മാറിപ്പോട്ടെ, ഇക്വേഷൻ മാറ്റം വരരുത്. അപ്പൊ എന്താ ഇവിടെ ഗുണിച്ചാൽ x/2 എക്സ് കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? അതുള്ള x² ഇവിടെ എഴുതാം. എക്സ് ഈ പദത്തെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ x²y2 എന്നല്ലേ എഴുതാം. x into x x²y2 പ്ലസ് ഇവിടെ x/y1 x into y1 x/y1. റൈറ്റ് സൈഡിൽ എന്ത് എക്സ് എക്സ് വെട്ടിപ്പോ ബാക്കി എന്ത് കിട്ടും? -3 കോസ് ലോഗ് എക്സ് മാത്രം എക്സ് വെട്ടി. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം തന്നെയല്ലേ, ഈ എക്സ് കളയാൻ വേണ്ടിയിട്ടല്ലേ എക്സ് കൊണ്ട് ഗുണിച്ചത്. അപ്പൊ ഇവിടെ എക്സ് കൊണ്ട് ഗുണിച്ചപ്പോൾ എക്സ് വെട്ടിപ്പോയി, ബാക്കി -3 കോസ് ലോഗ് എക്സ്. ഇവിടെയോ -4 into -4 എക്സ് വെട്ടിപ്പോയി സൈൻ ലോഗ് എക്സ്. ഇനി വലതുവശം ഇടതുവശം അതുപോലെ എഴുതണം കേട്ടോ. ഈ രണ്ടുപേരും മൈനസ് അല്ലേ, ഒന്നുകിൽ തുടക്കം മൈനസ് ആണെങ്കിലും മൈനസ് എടുക്കുക, രണ്ട് നെഗറ്റീവ് ആണെങ്കിലും മൈനസ് വെളിയിലെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. സ്റ്റാർട്ടിങ് മൈനസ് ആണ്, മൈനസ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എടുത്തത്. ഇവിടെ രണ്ടും മൈനസ്, അപ്പോഴും മൈനസ് എടുക്കാം. മൈനസ് വെളിയെടുത്താൽ ബാക്കി വരുന്നത് എന്താ? 3 കോസ് ലോഗ് എക്സ് പ്ലസ് അല്ലേ വരുള്ളൂ, മൈനസ് പുറത്തെടുത്താൽ പിന്നെ പ്ലസ് 4 സൈൻ ലോഗ് എക്സ്.
ദാറ്റ് ഈസ് ഇനി മൈനസ് കഴിഞ്ഞിരുന്ന ഭാഗം ഒന്ന് വായിച്ച് തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് നോക്കി. തന്നിരിക്കുന്ന ചോദ്യം സൂക്ഷിച്ച് നോക്കി. ഈ മൈനസ് കഴിഞ്ഞത് ബ്രാക്കറ്റ് കാണുന്ന ഭാഗം എന്താ y തന്നെയല്ലേ? ഇവിടെ 3 cos log x പ്ലസ് 4 sin log x ഉണ്ടോ? അത് അപ്പൊ മൈനസ് y എന്ന് എഴുതാം. ചുരുക്കി ആൻസർ ആയിക്കൊണ്ട് ഈ മൈനസ് y കൂടി ഇപ്പുറത്തേക്ക് എടുത്തേ. ഇപ്പൊ എന്തുകൊണ്ട് ഈ മൈനസ് y ഇപ്പുറത്തേക്ക് എടുത്തേ? അപ്പൊ എന്തുകൊണ്ടും x2y2 പ്ലസ് xy1 പ്ലസ് y ഈക്വൽ 0 പ്രൂവ് ചെയ്തില്ലേ നോക്കിയേ. നമ്മളിപ്പോ ഓരോന്നും കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയല്ല ചെയ്തത്. അങ്ങനെ ചെയ്താലും കിട്ടും, കുറെ കൂടി സ്റ്റെപ്പ് വരും മാത്രം. അപ്പൊ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് എൻട്രൻസ് ആയി പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കി ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി നേരെ ചോദ്യം 16ലേക്ക് വരികയാണ് കേട്ടോ. ഇഫ് e raised to y into x plus 1 equal to 1 show that d square y by dx square is equal to dy by dx whole square എന്ന് വിളിക്കുക. ചിലർക്ക് സംശയം തോന്നും ഇത് രണ്ട് സെയിം അല്ല. ഇത് രണ്ട് സെയിം അല്ല കേട്ടോ. ഇത് d square y by d square എന്ന് പറഞ്ഞാൽ y യുടെ സെക്കൻഡ് ഓർഡറിലുള്ള ഡെറിവേറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ ആദ്യം dy by dx കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് d square y by d square എന്ന്. dy by dx whole square എന്ന് പറയുന്നത് dy by dx കിട്ടും, അതിനെ ഹോൾ സ്ക്വയർ ചെയ്യുന്ന അത്രേ ഉള്ളൂ. രണ്ടും രണ്ടാണ് കേട്ടോ, മനസ്സിലാക്കുക. ഇനി നമ്മള് എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞ ചാപ്റ്ററൊക്കെ വരുന്നത് അന്നേരം ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഇത് ഡിഫറൻസിയേഷൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി കടൽ പോലെ കിടക്കുക, കുറെ നാളത്തേക്ക് തന്നെയായിരിക്കും. ഇന്റഗ്രേഷൻ ഒക്കെ ഇതിന്റെ ഭാഗങ്ങളാണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ എന്നുള്ളത് ഡി വൈ ബൈ ഡി ഹോൾ സ്ക്വയർ എന്ന് വിളിക്കുക. അപ്പൊ ഇതിന്റെ LHS കണ്ടുപിടിക്കണം, RHS കണ്ടുപിടിക്കണം, രണ്ടും തുല്യമാണെന്ന് കാണിക്കുക. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? e raised to y into x plus 1 is equal to 1. ഇതൊരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആണോ? അല്ല, ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. e raised to y into x plus 1 is equal to 1. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് dy by dx കണ്ടുപിടിക്കണം, d square y by dx square കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ചെയ്യുന്നത് ചില സ്പെഷ്യൽ മെത്തേഡിലാണ്. അതായത് ചില ക്വസ്റ്റ്യൻസ് അത് വളരെ ഇമ്പോർട്ടന്റും ആണ്. ആ ചോദ്യം വന്നാൽ ഇന്ന മെത്തേഡ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. കൂടെ ചോദിച്ചിട്ടുള്ളതാണ്, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. ചില സ്പെഷ്യൽ മെത്തേഡുകളില്ല, അത് ഓരോന്നിനും ഓരോ മെത്തേഡായിരിക്കും. അപ്പൊ ആദ്യമേ ഇത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുത്തിട്ട് ഇഫ് എന്ന കാര്യം ഇത് ഈക്വൽ 1 അത് നമുക്ക് എടുത്ത് എഴുതാം. അപ്പൊ എന്താ e raised to y into x plus 1 is equal to 1 തന്നിരിക്കുന്ന ഇക്വേഷൻ ഞാൻ എടുത്തെഴുതി. ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇതിൽ നിന്നും e raised to y എന്ന് കിട്ടും. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് e raised to y is equal to 1 by x plus 1 കേട്ടോ. 1 by x plus 1 കേട്ടോ. അതായത് പറഞ്ഞൊരു പ്രത്യേക മെത്തേഡാണ്, സ്പെഷ്യൽ മെത്തേഡാണ്. e raised to y എന്നുള്ളത് 1 by x plus 1. ഇനി എന്ത് ചെയ്യാന്ന് അറിയോ? ഇത് e raised to y ടേക്ക് log on both sides, ലോഗരിതം എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? log e raised to y എന്ന് പറയുന്നത് log 1 by x plus 1. ഇപ്പൊ ലോഗരിതം എടുക്കുമ്പോൾ കിട്ടും log e raised to y എന്തിനു തുല്യമായിരിക്കും? y എന്ന് ഞാൻ പഠിപ്പിച്ച log e raised to x x ലോഗരിതത്തിന്റെ നിയമമാണ്. log e raised to y എന്നത് y തന്നെയാണ്. അല്ലെങ്കിൽ y പുറത്തേക്ക് എടുത്താലും y ന്റെ ലോഗിയുടെ വാല്യൂ ഒന്നല്ലേ, എന്നാലും കിട്ടും y എന്നുണ്ട്. y is equal to log 1 by x ന് തുല്യമാണ് മൈനസ് log x plus 1. അത് ഏത് നിയമമാണ്? അല്ലെങ്കിൽ ഇത് log a by b എന്താണ്? log a minus log b. log 1 minus log x plus 1. log 1 0 അല്ലേ, മൈനസ് log x plus 1. അല്ലാണ്ട് വേറൊരു നിയമം ഉണ്ടല്ലോ, log 1 by x എന്ന് പറയുന്നത് അല്ലെങ്കിൽ log x എന്ന് പറയുന്നത് മൈനസ് log 1 by x. അല്ലെങ്കിൽ ഇതിനെ മാറ്റണം, റെസിപ്രോക്കൽ മാറ്റം കരുതിയാൽ മൈനസ് വിളിച്ചാലും മതി. രണ്ടും ഒന്ന് തന്നെയാണ്. മൈനസ് log 1 by x എന്ന് പറയുന്നത് log x ഒന്ന് തന്നെയാണ്. ഇത് log x അല്ലേ, log x എടുക്കുക. അപ്പൊ എന്തിനാ മൈനസ് log 1 by x, ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ x plus 1 കിട്ടും. ഇത് മനസ്സിലാകാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ log 1 മൈനസ് log x plus 1, log 1 0 അപ്പൊ മൈനസ് log x plus 1 കിട്ടും. ഇത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനെ മാറ്റണം, റെസിപ്രോക്കൽ മാറ്റണമെങ്കിൽ എന്താണ് നെഗറ്റീവ് ഗുണിച്ചാൽ മതി. അപ്പൊ ഈ റൂൾ ഉപയോഗിച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, നൗ ഇറ്റ് ഈസ് ആൻ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ. തന്നിരിക്കുന്നത് ഇംപ്ലിസിറ്റ് അല്ലായിരുന്നു, അതിന് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആക്കിയില്ല. y മാറ്റിയില്ല, y വേറെ y ഒരു സൈഡില് എക്സിലുള്ള മറു സൈഡിലായില്ലേ. അപ്പൊ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് x എന്ന രൂപത്തിൽ കിട്ടിയില്ലേ നോക്കി കേട്ടോ. ഇറ്റ് ഈസ് എ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് x രൂപത്തിൽ കിട്ടിയെന്ന്. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലാണ് ഇതാണ്. എങ്ങനെ dy by dx കണ്ടുപിടിക്കാം, d square y by d square കണ്ടുപിടിക്കാം, എന്നിട്ട് LHS RHS കാണിക്കാം. അറിഞ്ഞിരിക്കുക ഈ ചോദ്യം വന്നാൽ ഇങ്ങനെ ചെയ്യണം. ആദ്യം തന്നിരിക്കുന്നത് e raised to y കണ്ടുപിടിക്കുക, ലോഗരിതം എടുത്തിട്ട് അതിൽ നിന്ന് y വേർതിരിച്ചെടുക്കുക. ഇപ്പൊ എല്ലാവർക്കും പഠിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ, മനസ്സിലായവർ മാത്രം പഠിക്കാന്നുള്ളതേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? dy by dx എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ലേ, dy by dx പറഞ്ഞോളൂ. മൈനസ് അതുപോലെ log x plus 1 ഡെറിവേറ്റീവ് എന്താ? 1 by x plus 1 into x plus 1 അപ്പൊ into 1
അല്ലെ? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x എന്നതുപോലെ ലോഗ് x+1 ഡെറിവേറ്റീവ് 1/x+1 എക്സിന് പകരം വന്ന x+1 ഒന്നുകൂടി x+1 ഡെറിവേറ്റീവ് 1 + 0 1 ആയിട്ടുള്ളൂ. അപ്പം ഇത് കിട്ടും -1/x+1. ഇതാണ് dy/dx എടുക്കുന്നത്. ഇനി എന്താ d² y/dx². എന്താണ് d/dx -1/x മൈനസ് അതുപോലെ കിടക്കട്ടെ. ഈ മൈനസ് പുറത്തേക്ക് എടുത്തു. മൈനസ് 1/x+1 ഡെറിവേറ്റീവ് നേരത്തെ പറഞ്ഞല്ലോ 1/x ഡെറിവേറ്റീവ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പാടില്ലേ? ചെയിൻ റൂൾ. മൈനസ് പുറത്തേക്ക് എടുത്തു. 1/x+1 1/x രൂപത്തിലല്ലേ? 1/x ഡെറിവേറ്റീവ് ഇതാ -1/x². -1/x+1 സ്ക്വയർ ഇൻറ്റു x+1 ഇൻറ്റു 1 അല്ലെ? ഏത് ഫോർമുലയാണ്? ഡെറിവേറ്റീവ് ഓഫ് 1/x -1/x² എന്നതുപോലെ ഡെറിവേറ്റീവ് 1/x+1 -1/x+1 ഹോൾ സ്ക്വയർ ഇൻറ്റു x+1 ഒന്നും കൂടി. ഈ മൈനസ് ആണ് ഇവിടെ വെളി കിടക്കുന്നത്. പിന്നെ ഒരു മൈനസ് കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ എന്ത് ടോട്ടൽ എത്ര? 1/x+1 ഹോൾ സ്ക്വയർ. ഇതാണ് d² y/d². ഇനി d² LHS പറയുന്നത് d² y/d² അതുകൊണ്ട് കിട്ടുന്നുണ്ടോ? ഇനി RHS പറയുന്നതാണ് dy/dx ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്ത RHS പറഞ്ഞാൽ dy/dx ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാം. രണ്ടും തുല്യമാണെന്നാണ് കാണിക്കേണ്ടത്. രണ്ടും തുല്യമാണെന്ന് dy/dx ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്താ -1/x+1 ഹോൾ സ്ക്വയർ ഉണ്ടോ? dy/dx ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനെ ഒന്നുകൂടി സ്ക്വയർ ചെയ്യാം. -ന്റെ സ്ക്വയർ +1 -1ന്റെ സ്ക്വയർ +1 x+1 സ്ക്വയർ x+1 സ്ക്വയർ. നോക്കിയേ LHS = RHS അല്ലെങ്കിൽ d² y/dx² dy/dx ഹോൾ സ്ക്വയർ. മനസ്സിലായവർ മാത്രം പഠിക്കുക. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ മിസ്ലേനിയസ് എക്സാമ്പിൾസ്, മിസ്ലേനിയസ് എക്സസൈസ് കുറെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കൂടെ ചോദിക്കുന്നതായ ഞാൻ പറഞ്ഞ ചില സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. അവയെ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങളെ ചെയ്ത് കാണിക്കാം. മിസ്ലേനിയസ് എക്സർസൈസിലൂടെ എല്ലാം ഒന്നുമില്ലോട്ടെ. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മാത്രമേ കൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ധാരാളം ക്വസ്റ്റ്യൻസ് എത്തി കൊടുത്തിട്ടുണ്ട്. പുസ്തകം നോക്കിയറിയാം. ഒത്തിരി എക്സാമ്പിൾസും മിസ്ലേനിയസ് എക്സാമ്പിൾസും മിസ്ലേനിയസ് എക്സർസൈസിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കൂടെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ മാത്രം. അത് ഞാൻ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണം. റിവിഷൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് പുസ്തകത്തിനകത്ത് തന്നെ ഉള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പല പ്രാവശ്യം ഉള്ളതാണ്, വന്നിട്ടുള്ളതാണ്. അതാണ് റിവിഷൻ ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നത്. ഞാൻ എക്സസൈസ് ഒന്നും കൊടുത്തിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 1 റിവിഷൻ ക്വസ്റ്റ്യൻസിൽ ഒന്നാമത് ചോദ്യം. പുസ്തകത്തിൽ ഒന്നും അറിയില്ല, എവിടെയോ കടപ്പുണ്ട് ഈ ചോദ്യം. ഇത്രേ ഉള്ളൂ. If y = tan inverse x whole square, tan inverse x ഹോൾ സ്ക്വയർ ആണ് എങ്കിൽ y തന്നിട്ടുണ്ടാണെങ്കിൽ ഷോ ദാറ്റ് x² + 1 ഹോൾ സ്ക്വയർ ഇൻറ്റു y2 അല്ലെങ്കിൽ d² y/d² പ്ലസ് 2x × x² + 1 × y1 അല്ലെങ്കിൽ dy/dx = 2 എന്ന് തെളിയിക്കുക. നമ്മളിപ്പോ ചെയ്തോളൂ. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ചെയ്താണ്. വളരെ ഇമ്പോർട്ടന്റ് ആണിത്. അപ്പൊ ആദ്യമേ നമുക്ക് എന്ത് എഴുതണം? കുറച്ചും ചെയ്തൊരു പ്രോബ്ലം പോലെ തന്നെ ആദ്യമേ തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്തെഴുതുക. y = tan inverse x ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട്, എടുത്തെഴുതി. ഇനി നമുക്ക് എന്ത് കൊണ്ടുവരാം? ഇതിനകത്ത് y1 ഉണ്ട്, y2 വരുന്നില്ലേ? അത് പടിപടിയായിട്ട് കൊണ്ടുവരണം. y1 കൊണ്ടുവരണം, y2 കൊണ്ടുവരണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാറ്റിയിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കുഴപ്പമൊന്നുമില്ല. tan inverse x ഹോൾ സ്ക്വയർ. അപ്പൊ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് to x. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. എന്തിനു വേണ്ടിയിട്ടാ? ഈ y1 ഉം y2 ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. അപ്പൊ y1 എഴുതിയാൽ മതി, അല്ലെങ്കിൽ dy/dx. ഇത് കുഴപ്പമൊന്നുമില്ല, വേറെ എക്സ്പ്ലിസിറ്റ് അല്ലേ. y = ഫംഗ്ഷൻ ഓഫ് x ആണല്ലോ. ഇപ്പൊ y1 അല്ലെങ്കിൽ dy/dx ഇതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞേ. ചാപ്റ്റർ തീർന്നല്ലോ. പറഞ്ഞേ ഇത് ഏത് രൂപത്തിലാണ്? x² രൂപത്തിലാണ്. അപ്പൊ 2x അല്ലെ, 2 tan inverse x 2x എന്ന രൂപത്തിലാണ് കേട്ടോ. x² ഡെറിവേറ്റീവ് 2x എന്നതുപോലെ tan inverse x ഹോൾ സ്ക്വയർ ഡെറിവേറ്റീവ് 2 tan inverse x മാത്രം മതിയോ? പോരാ. ഇൻറ്റു എക്സിന് പകരം വന്ന tan inverse x ഒന്നും കൂടി. അപ്പോൾ എന്ത് കിട്ടും? 1/1 + x². ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ട്രിക്ക് പറഞ്ഞേ. ഞാൻ 2 പ്രാവശ്യം കുറച്ച് മുമ്പ് പറഞ്ഞതല്ലേ ആ ടെക്നിക്ക്. ഡിനോമിനേറ്റർ വന്നാൽ അത് കളഞ്ഞിട്ട് വേണം. അപ്പൊ എന്ത് ചെയ്യണം? 1 + x² മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാകെ ഒരു പദ്ധതി ഉള്ളൂ. ക്രോസ് മൾട്ടിപ്ലൈ എന്ന് എഴുതിയാലും മതി കേട്ടോ. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 1 + x². ഈ ഡിനോമിനേറ്റർ കളയാൻ വേണ്ടിയിട്ടാണ്. ഡിനോമിനേറ്ററോട് ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഇടതുവശം എന്ത് കിട്ടും? 1 + x² ഇൻറ്റു y1 ഉണ്ടോ? ഇതിനോട് ഗുണിച്ചാൽ ഇവിടെ ഗുണിച്ചാലേ 1 + x² ഇൻറ്റു y1 റൈറ്റ് സൈഡ് ഇവിടെ ഗുണിച്ചാൽ വെട്ടിപ്പോയില്ലേ? അതായിരുന്നല്ലോ. ആ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ 1 + x² മൾട്ടിപ്ലൈ ചെയ്യുന്നത് തന്നെ, ഇത് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ വലതുവശത്ത് എന്ത് കിട്ടും? 2 tan inverse x മാത്രം കിട്ടും. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്തോളൂ. ഇവിടെ വേണമെങ്കിൽ കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. y2 കാണുമ്പോഴേ y2 എന്നുള്ളത് ഇതിനെ വേണമെങ്കിൽ കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം. 2 tan inverse x / 1 + x² കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം.
അതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കോഷ്യന്റ് റൂൾ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ വരും വീണ്ടും, അത് പലർക്കും പ്രശ്നമാകും. അതുകൊണ്ടാണ് കോഷ്യന്റ് റൂളിനേക്കാൾ പറയുന്നത് ബെറ്റർ അല്ലേ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതാ പറഞ്ഞത് നമ്മൾ കോമൺ സെൻസോട് മനസ്സിലാക്കി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, കുറെ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. നോക്കി ഇവിടെ ഫ്രാക്ഷൻ ഒക്കെ മാറി കിട്ടിയില്ലേ നോക്കി. അപ്പൊ എന്ത് ചെയ്യണം, എനിക്ക് y2 കൊണ്ടുവരും. y1 ഇതിനകത്തുണ്ടല്ലോ. അപ്പൊ y2 അപ്പൊ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വൺസ് അഗെയിൻ, ഒരിക്കൽ കൂടി അല്ലെ, വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വൺസ് അഗെയിൻ. ഇതിന്റെ ഇരുവശവും ഡിഫറൻഷിയേറ്റ്, ഇതിന്റെ ആണോ ഇരുവശവും, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. പറഞ്ഞോളൂ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ, 1 + x² ഇൻറ്റു y1. പ്രോഡക്റ്റ് റൂൾ അല്ലേ, രണ്ടാമതിന്റെ പ്രോഡക്റ്റ് 1 + x² fx-ന് പകരം gx-ന് പകരം y1 ഡിഫറൻഷിയേറ്റ് ചെയ്തേ. അപ്പൊ എന്ത് കിട്ടും, 1 + x² ഇൻറ്റു y2. y1ന്റെ ഡെറിവേറ്റീവ് y2, y1 എന്ന് പറഞ്ഞാൽ dy/dx, അതിന്റെ ഡെറിവേറ്റീവ് d²y/d², അല്ലെങ്കിൽ y2. നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് y1 ആയതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് y2. നിങ്ങൾ ഉപയോഗിക്കുന്നത് dy/dx ആണെങ്കിൽ ഇവിടെ d²y/d². ചോദ്യം അനുസരിച്ച് എഴുതിക്കണം. ഇവിടെ ചോദ്യം നോക്കി y1 y2 തരാം. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ചെയ്യുന്നത്. തീർന്നില്ല. ഫസ്റ്റ് ഇൻറ്റു fx-ന്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് ആയാലും പ്ലസ് y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 + x² എന്താ 2x. LHS കഴിഞ്ഞില്ലേ, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചാണോ. ഇതൊക്കെ പലർക്കും മനസ്സിലാകുന്നില്ല. പ്രോഡക്റ്റ് റൂളൊക്കെ അറിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇടതുവശത്തിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. റൈറ്റ് സൈഡ് 2 tan inverse x, 2 കോൺസ്റ്റന്റ് ആണല്ലോ, ഇൻറ്റു 2 ഇൻറ്റു tan inverse-ന്റെ ഡെറിവേറ്റീവ് 1/1 + x². എല്ലാവർക്കും അറിയാമല്ലോ. 2 ഇൻറ്റു tan inverse-ന്റെ ഡെറിവേറ്റീവ് 1/1. ഇനി എന്ത് ചെയ്യണം, വീണ്ടും ഈ 1 + x² കുറിച്ച് ഫ്രാക്ഷൻ കളഞ്ഞോ. ഞാൻ പറയാം, ഫ്രാക്ഷൻ ഒക്കെ വന്നവര് അന്നേരം കളഞ്ഞോളൂ. അപ്പൊ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ 1 + x². 1 + x² ഗുണിക്കുക. അപ്പോൾ ഇത് ഇടും ഓരോ പദത്തിൽ ഇവിടെയും ഗുണിക്കണം, ഇവിടെയും ഗുണിക്കണം, ഇവിടെയും ഗുണിക്കണം. ഇവിടെ ഗുണിച്ചാൽ 1 + x² ഓൾറെഡി ഒരെണ്ണം കിടപ്പുണ്ട്. ഒരെണ്ണം കൂടി ഗുണിച്ചാൽ എത്ര കിട്ടും, 1 + x² ഹോൾ സ്ക്വയർ ഇൻറ്റു y2. ശരിയല്ലേ, 1 + x² ഇൻറ്റു 1 + x², 1 + x² ഹോൾ സ്ക്വയർ ഇൻറ്റു y2 പ്ലസ് ഇവിടെ ഗുണിച്ചാലോ 2x ആദ്യം എഴുതാം, 2x y1 ഇൻറ്റു 1 + x² ഈസ് ഈക്വൽ 2 എന്നല്ലേ ഇടുന്നത്. 1 + x² എടുക്കുന്നത് ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കി, നമ്മൾ അറിയാതെ തന്നെ ആൻസർ എത്തിച്ചേർന്നോ. നമ്മൾ വീണ്ടും കണ്ടോ നോക്കിയപ്പോ ആൻസർ ആയി, പെട്ടെന്ന് ആൻസർ ആയി. അല്ലാണ്ട് തന്നെ എങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ അല്ലാതെ എങ്ങനെ ചെയ്യാം. y1 കണ്ടുപിടിക്കണം, y1 കണ്ടുപിടിക്കണം, y2 കണ്ടുപിടിക്കണം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം വെട്ടിപ്പെട്ട് 2 കിട്ടിക്കോളും. അത് അങ്ങനെയും ചെയ്യാം. മനസ്സിലായല്ലോ എല്ലാവർക്കും. മറ്റൊരു റിവിഷൻ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ 2, if y = sin inverse x. കേട്ടോ, sin inverse x. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് tan inverse അല്ലായിരുന്നു. ഇവിടെ y = sin inverse x. Show that 1 - x² into d²y/d² minus x into dy/d = 0. ഈ ചോദ്യം മറ്റൊരു ചിഹ്നത്തിൽ ചോദിക്കാമല്ലോ. എങ്ങനെ ചോദിക്കാം, ഈ ചോദ്യം തന്നെ y1 y2 ഇട്ട് പറയാമോ. 1 - x² into y2 minus x into y/d = 0. രണ്ടും ഒന്ന് തന്നെ കേട്ടോ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചിഹ്നം dy/dx d²y/d, നമുക്ക് ആ ചിഹ്നം തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഒന്ന് പറഞ്ഞോളൂ. ആദ്യമേ തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്തിട്ട് y = sin inverse x മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ചോദ്യം അതിപ്പോ നമ്മൾ ഇതിനകത്ത് എന്തായിരുന്നു, tan inverse x ഹോൾ സ്ക്വയർ ആയിരുന്നു. ഇവിടെ y = sin inverse x മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എവിടെ തുടങ്ങാം, dy/dx അല്ലേ. y1 ആയിരുന്നല്ലേ വളരെ എളുപ്പം, കൈ വഴങ്ങാനായിട്ട് ഇച്ചിരി പാടാണ്. dy/dx എഴുതണം, കുഴപ്പമില്ല. dy/dx എന്താണ്, 1/√1 - x². എല്ലാവർക്കും അറിയാലോ. sin inverse x-ന്റെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് പറഞ്ഞോളൂ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പോൾ എന്ത് കിട്ടും, 1 - √1 - x² ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു 1. കണ്ടോ, എളുപ്പല്ലേ. ഇനി എന്ത് ചെയ്യണം, പറഞ്ഞോളൂ. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. ഫ്രാക്ഷൻ കളഞ്ഞാൽ അടുത്ത ഡിഫറൻഷിയേറ്റ് ചെയ്തോളാം. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് once again with respect to x ആണ് പറഞ്ഞു. LHS √1 - x² into dy/dx പ്രോഡക്റ്റ് റൂൾ. ഇത് fx-ന് പകരമായിട്ട് √1 - x² ഫസ്റ്റ് ഫംഗ്ഷൻ fx, ഇത് gx ആയിട്ട് സങ്കല്പിക്കുക. പ്രോഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പറഞ്ഞോളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ √1 - x² into dy/dx ഡെറിവേറ്റീവ് d²y/d². കണ്ടോ, dy/dx-ന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു fx ഇൻറ്റു ഡെറിവേറ്റീവ് dy/dx d²y/d² പ്ലസ് സെക്കൻഡ് dy/dx അതുപോലെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് √1 - x². പറഞ്ഞോളൂ. √1 - x²ന്റെ ഡെറിവേറ്റീവ് ആലോചിക്കണം. √x ലിസ്റ്റിൽ കിടപ്പുണ്ട്. √x-ന്റെ ഡെറിവേറ്റീവ് എന്താ, 1/2√x അല്ലെ. 1 തീർന്നോ, ഇല്ല. x-ന് പകരം വന്ന 1 - x² ഒന്നും കൂടി, അപ്പൊ എത്ര -2x എന്ന് വരും. ശരിയല്ലേ. x-ന് പകരം വന്ന 1 - x² ഒന്നും കൂടി, അപ്പം 1ന്റെ ഡെറിവേറ്റീവ് 0 -2x ഈസ് ഈക്വൽ ടു 1ന്റെ ഡെറിവേറ്റീവ് 0.
കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ്സ് ഉണ്ടോ, ഒരു ഇക്വേഷൻ കിട്ടില്ലേ? ആൻസർ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഡിനോമിനേറ്റർ ഒക്കെ കളഞ്ഞ് ലഘൂകരിച്ചാൽ ഇത് കിട്ടിക്കോളും. അപ്പൊ ഇനി ചെയ്യണം, ഡിനോമിനേറ്റർ എന്താ അവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ഈ 2 ഇവിടെ 2 കിടക്കുന്നുണ്ട് കേട്ടോ, ഇൻറ്റു -6. അപ്പൊ മുകളിലത്തെ 2 താഴത്തെ 2 വെട്ടിക്കളയും. ഇനി ഇതിന്റെ ഡിനോമിനേറ്റർ ഏതാ? √1 - ഇത് ഡിനോമിനേറ്റർ അല്ല കേട്ടോ, ഇത് അതിന്റെ ചിഹ്നമാണ്. √1 - കളയണ്ടേ? ഞാൻ പറഞ്ഞിട്ട് ഡിനോമിനേറ്റർ എപ്പോഴുണ്ടോ, അപ്പൊ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ √1 - √1 - കൊണ്ട് ഗുണിച്ചാലുണ്ടോ ഇത് വെട്ടിപ്പൊക്കോളുന്നത്. ഡിനോമിനേറ്റർ ഇല്ലാത്ത ഇക്വേഷൻ നമുക്ക് വേണ്ടത്. ഈ ഡിനോമിനേറ്റർ അല്ലാട്ടോ, അത് ചിഹ്നമാണ്, ഡെറിവേറ്റീവിന്റെ ചിഹ്നമാണ്, അല്ലാണ്ട് വരുന്നതാണ്. അപ്പൊ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ √1 - x². ഇവിടെ നോക്കിക്കോണം, അതുകൊണ്ട് ഗുണിക്കുക, അല്ലാണ്ട് വെറും 1 - x² അല്ല, ഈ റൂട്ട് കൊണ്ട് ഗുണിക്കണം. ആലോചിച്ച് പറഞ്ഞാൽ ഇവിടെ ഗുണിച്ച് ഈ പദത്തെ ഗുണിച്ച് ഇതൊരു പദം, ആദ്യ പദം √1 - x² ഗുണിച്ചാൽ റൂട്ട് പോയേ വെറും 1 - x² എന്നല്ലേ കിട്ടുള്ളൂ. ഇൻറ്റു d²y/dx² ആദ്യ പദം കിട്ടില്ലേ? റൂട്ട് പോയി, d². രണ്ടാമതും ഗുണിച്ചാലോ റൂട്ട് വെട്ടിപ്പോയില്ലേ? അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഈ മൈനസും പ്ലസും ചേർന്ന് മൈനസ് എഴുതാൻ പാടില്ലേ? -x ആദ്യം എഴുതിയേക്കാം, പ്ലസും മൈനസ് ചേർന്ന് -x ആദ്യം എഴുതി, ഇത് വെട്ടിപ്പോയി. ബാക്കി എന്താ? x ഇൻറ്റു dy/dx. ശരിയല്ലേ? x ഇൻറ്റു dydx 0 ഗുണിച്ചാൽ 0 തന്നെ. ആൻസർ ആയോ എന്ന് നോക്കിക്കേ. നമ്മൾ അറിയാതെ ആൻസർ കിട്ടിയോ? കിട്ടിയല്ലോ. 1 - d² y/d² - x ഇൻറ്റു dy/dx 0. എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത്? അടുത്ത ചോദ്യം 3 ശ്രദ്ധിക്കാം. If x into √1 + y plus y into √1 + x 0 ഉണ്ടോ എങ്കിൽ ഇതിന്റെ വാല്യൂ 0 ആണെങ്കിൽ പ്രൂവ് ദാറ്റ് dy/d = -1/1 + x ഹോൾ സ്ക്വയർ. പുസ്തകത്ത് എവിടെയോ കിടപ്പുണ്ട്, മിസ്ലേനിയസിൽ എവിടെയോ കിടപ്പുണ്ട്. അപ്പൊ ഇത് ഇക്വേഷൻ തന്നിട്ട് ഇതിൽ നിന്നേ ഇത് പ്രൂവ് ചെയ്യണം, dy/d കണ്ടുപിടിക്കണം എന്ന്. ഇതുപോലെ പ്രൂവ് ചെയ്യാനാ പറയുക. ആൻസർ ഇതുപോലെ ആക്കി എടുക്കണം, ഏതെങ്കിലും രീതിയിൽ എഴുതിയാൽ പോരാ. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സ്പെഷ്യൽ മെത്തേഡിൽ ചെയ്യേണ്ട ചോദ്യങ്ങളാണ്, റിവിഷൻ ആയിട്ട് തന്നെ. അപ്പോൾ അതിന്റെ ആൻസർ നമ്മൾ തന്നിരിക്കുന്ന ഡിഫിനില്ല. അപ്പൊ തന്നിരിക്കുന്ന കണ്ടീഷൻ ആദ്യം എഴുതാം. x into √1 + y plus y into √1 + x = 0 തന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നേരെ അവിടെ? ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്, കാണുമ്പോൾ അറിയാം ഇംപ്ലിസിറ്റ് അല്ലേ? അത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. x y മിക്സ് ചെയ്താൽ വന്നത് ഇംപ്ലിസിറ്റ് ആണ്. റിവിഷൻ എന്ന് പറയുമ്പോഴത്തേന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിച്ചോളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ? നമുക്ക് ആദ്യമേ ഇതിൽ നിന്ന് y ഒന്ന് വേർതിരിച്ചെടുക്കാം, ഇതിനെ എക്സ്പ്ലിസിറ്റ് ആക്കി എടുക്കാം. ഇതിൽ നിന്ന് ഇത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ y വേർതിരിച്ച് ഇതിനൊരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കാം. y ഇൻ ടേംസ് ഓഫ് x മാത്രമാക്കി എടുക്കാന്ന്. എന്നിട്ട് അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇത് ആൻസർ കിട്ടിക്കോളും. ഇത് ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ വർഷത്തെ സാഹചര്യത്തിൽ വലിയ സാധ്യതയല്ല, എന്നാലും ഇതൊക്കെ മാറ്റുവാണെങ്കിൽ ക്ലാസ് ഒക്കെ സ്കൂളിൽ തുടങ്ങുകയാണെങ്കിൽ മിക്കവാറും ചോദിക്കാം. അപ്പൊ എന്തായാലും ഇത് എടുത്തെഴുതുന്നു. ഇതിനകത്ത് ഞാൻ റൂട്ട് ആദ്യമേ ഒന്ന് കളയാൻ പോവാ. റൂട്ട് ഇല്ലാത്തൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പോവാ. അതിനെന്താ? സാധാരണ സ്ക്വയർ ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഇടതുവശത്ത് 2 പദങ്ങളില്ലേ? റൂട്ടുള്ള 2 പദങ്ങളുണ്ട്, ഇവിടെയുണ്ട് റൂട്ടില്ലേ? അപ്പൊ ഒരു പദത്തെ അങ്ങോട്ട് എടുക്കാം, എന്നിട്ട് സ്ക്വയർ ചെയ്താൽ റൂട്ട് പൊക്കോളും. നേരിട്ട് സ്ക്വയർ ചെയ്താൽ റൂട്ട് പോയില്ല കേട്ടോ. ഈ ഒരു പദത്തെ അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇരുവശത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പൊക്കോളും. നോക്കിയോളൂ. അപ്പൊ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് x into √1 + y is equal to -y into √1 + x. കണ്ടോ? ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇനി സ്ക്വയറിംഗ് ബോത്ത് സൈഡ്, ഇരുവശം സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഞാൻ ഇവിടെ ചിഹ്നം എന്നിട്ട് കാണിക്കുന്നില്ല. സ്ക്വയർ ചെയ്യുമ്പോൾ x² into 1 + y അല്ലെ? എക്സിന്റെ സ്ക്വയർ x², √1 + y സ്ക്വയർ വെറും 1 + y അല്ലേ? ഇവിടെ സ്ക്വയർ ചെയ്താലോ -y² y² ഇൻറ്റു 1 + x. എല്ലാവർക്കും മനസ്സിലായ സ്റ്റെപ്പ്. റാഡിക്കൽ ചിഹ്നം കളയാൻ വേണ്ടിയിട്ട് സ്ക്വയർ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് എല്ലാ ചോദ്യത്തിനകത്തും സ്ക്വയർ ചെയ്യില്ല. ചില ചിന്തിക്കുക എപ്പോഴായി ചിലടത്ത് സ്ക്വയർ ചെയ്യുക, ചിലടത്ത് ഒന്നുമില്ല. റാഡിക്കൽ ചിഹ്നം കാണുമ്പോൾ മനസ്സിലാക്കിയുള്ള അങ്ങനെ സ്ക്വയർ ചെയ്താൽ മതി. ഇനി ഞാൻ പറഞ്ഞത് എന്താണ്? തുടക്കത്തിൽ പറഞ്ഞത് ഇതിനെ നിന്ന് y വേർതിരിച്ചെടുക്കുക, അതിനൊരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആക്കി മാറ്റിയെടുക്കുക. അപ്പോൾ y വേർതിരിക്കുക. നമ്മുടെ ലക്ഷ്യം ഈ ഇക്വേഷനിൽ നിന്നും ബ്രാക്കറ്റൊക്കെ കളഞ്ഞിട്ട് y വേർതിരിച്ചെടുക്കുക. y ഉള്ള പദങ്ങളെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരും, അവസാനം y മാത്രമാക്കി കൊണ്ടുവരും. നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? x² into 1 x² plus x² into y x² y is equal to y² into 1 y² plus y² into x y² x. ശരിയല്ലേ? ഇനി എന്താ പറയുന്നത്? y ഉള്ള പദങ്ങളെല്ലാം കൂടെ ഒരു 3 എണ്ണമല്ലേ? ഇവിടെ അതിനു മുമ്പേ നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റും. നോക്കിക്കോളാം. ഇവിടെ x² minus y², ഈ y² ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇതാണ് നല്ലത്. കുറച്ച് അങ്ങനെ ചെയ്യാൻ അതിനേക്കാൾ കുറയുന്നവരാണ്. അല്ല മറ്റൊരുപാട് ചെയ്ത് കഴിഞ്ഞാലുണ്ട് y എല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ y-യും y² ഒക്കെ വരുന്നതുകൊണ്ട് y മാത്രമായിട്ട് വേർതിരിക്കാൻ പാടാ കിട്ടും. അതിനേക്കാൾ നല്ലതാണ് ഞാൻ പറഞ്ഞ പോലെ. നമുക്ക് നോക്കാം. ഈ x² y² ഉണ്ട്. x² ഈ y² എടുക്കും -y².
അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാ അങ്ങനെ ചെയ്യുന്നുള്ളത്. ഈ പ്ലസ് വൈ സ്ക്വയർ ഇങ്ങോട്ട് എടുക്കും, മൈനസ് വൈ സ്ക്വയർ, ഈ എക്സ് സ്ക്വയർ വൈ അങ്ങോട്ട് എടുക്കും. അപ്പൊ കിട്ടും മൈനസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ സ്ക്വയർ എക്സ്. ഈ എക്സ് സ്ക്വയർ വൈ അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ സ്ക്വയർ എക്സ് ഉണ്ട്. ഇനി ഇതിനെ നമുക്ക് ഘടകങ്ങളാക്കാൻ പാടില്ലേ? ഇതിനെ എ പ്ലസ് ബി, എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതുന്നത് പോലെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ ഘടകങ്ങളാക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു, ഇത് മൈനസ് തുടങ്ങുകയാണെങ്കിൽ എന്തെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൈനസ് എടുക്കാം. പിന്നെ ഈ രണ്ട് പറഞ്ഞത് ഒരു എക്സും ഒരു വൈ ഇവിടെ ഒരു എക്സ് ഒരു വൈ, ഇവിടെ രണ്ടിടത്ത് ഓരോ എക്സും വൈ എടുക്കാം. മൈനസ് എക്സ് വൈ പുറത്തേക്ക് എടുക്കാം. മൈനസ് തുടങ്ങണം, മൈനസ് എടുത്തോളാം. പിന്നെ രണ്ടിൽ ഓരോ എക്സും വൈ എടുക്കും, ഓരോ എക്സും വൈ എടുക്കാം. ബാക്കി ഇവിടെ എന്തുണ്ട്? മൈനസ് എടുത്താൽ പിന്നെ പ്ലസ് വരുള്ളൂ. ഒരു എക്സ് എടുത്താൽ പിന്നെ ഒരു എക്സ്, വൈ പുറത്തായിട്ട് എടുത്ത് പോയി, എക്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. പ്ലസ് നിന്ന് മൈനസ് എടുത്താൽ മൈനസ് അല്ലേ? ഇവിടെ ഓരോ എക്സും വൈ എടുത്താൽ പിന്നെ വൈ മാത്രമല്ലേ ഉള്ളൂ. ശരിയല്ലേ? അതെ. ഇപ്പൊ നോക്കിയാൽ രണ്ടു വശം എക്സ് മൈനസ് വെട്ടിപ്പോയില്ലേ? നോക്കി കേട്ടോ, പൊതുഘടകങ്ങൾ വെട്ടിപ്പോയി, എളുപ്പമാണ്. എക്സ് മൈനസ് വൈ വെട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വൈ ഉയർത്തിരിക്കാറില്ല. ഫോർ വൈ ഈസ് ഈക്വൽ ടു, അല്ല വൈ അല്ല, ബാക്കിയുള്ളത് എഴുതാം. ബാക്കിയുള്ളത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് വൈ മാത്രമേ ഉള്ളൂ. വെട്ടിക്കളഞ്ഞിട്ട് ഇത്രയല്ലേ, എക്സ് പ്ലസ് വൈ ഈക്വൽ മൈനസ് എക്സ് വൈ മാത്രമേ. ഇനി നമുക്ക് സാധാരണ പോലെ എക്സ് വൈയുടെ ടൈം ഒരു വശത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ വൈ പ്ലസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ്. ശരിയല്ലേ? ഈ മൈനസ് എക്സ് വൈ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി, എക്സ് വൈയെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാ മൈനസ് എക്സ് വൈ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇറ്റ് ഇംപ്ലൈസ് വൈ ഇൻറ്റു വൺ പ്ലസ് എക്സ്, വൈ ഇൻറ്റു വൺ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ്. വൈ പുറത്തേക്ക് എടുത്തു, വൈ ഇൻറ്റു വൺ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ്. അതുകൊണ്ട് വൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എക്സ്. അപ്പൊ നമുക്ക് നോക്കിയേ, വൈ ഇൻ ടേംസ് ഓഫ് എക്സിലേക്ക് മാറ്റി കിട്ടുക, അല്ലെങ്കിൽ ഇതൊരു എന്തായിട്ട് മാറി? എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനിലേക്ക് മാറി എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം സാധാരണ ചെയ്യുന്ന പോലെ ഉണ്ടോ. ഡി വൈ ബൈ ഡിക്സിനെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് വൈ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇനി ഡി വൈ ബൈ ഡിക്സ് കണ്ടുപിടിക്കുക. therefore dy by dx ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോഷ്യന്റ് റൂൾ, വേറെ മാർഗ്ഗമില്ല. ഇത് കോഷ്യന്റ് ആണ്. മൈനസ് എക്സ് ബൈ വൺ പ്ലസ് എക്സ്. അപ്പൊ കോഷ്യന്റ് റൂളേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ചു മുമ്പ് രണ്ട് പ്രോബ്ലത്തിൽ ചെയ്തായിരുന്നു വൺ ബൈ വൺ പ്ലസ് എക്സിന്റെ ഒക്കെ. അത് വൺ ബൈ എക്സിന്റെ രൂപത്തിലാണ്. മുകളിൽ വൺ ആണെങ്കിൽ വരും, ഇവിടെ മുകളിൽ മൈനസ് എക്സ് ആണ്. അപ്പൊ ആ ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല. വൺ ബൈ എക്സിന്റെ ഡെറിവേറ്റീവിന്റെ ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് തന്നെ ചെയ്യണം. അപ്പൊ therefore dy by dx is equal to എന്താണ്? ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. ജി എക്സിന് പകരം വൺ പ്ലസ് എക്സ്, എഫ് എക്സ് ബൈ ജി എക്സ് രൂപത്തിലല്ലേ? ജി എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് എക്സ് എന്തുണ്ടോ? മൈനസ് വൺ അല്ലെ? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ആണ്. മൈനസ് എഫ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു എഫ് എക്സ് മൈനസ് എക്സ് ആണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ വൺ പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? വൺ വരും അല്ലെ? വൺ പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ് സീറോ പ്ലസ് വൺ എഴുതിയാൽ മതി. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ വൺ പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ വരും. കോഷ്യന്റ് റൂൾ ബ്രാക്കറ്റ് എഴുതാം. ദാറ്റ് ഈസ് വൺ പ്ലസ് എക്സിന്റെ മൈനസ് ഒന്ന് അകത്തേക്ക് ചെയ്യും. ഒന്ന് ഇൻറ്റു മൈനസ് ഒന്ന് എക്സ് ഇൻറ്റു മൈനസ് വൺ മൈനസ് എക്സ്, മൈനസ് ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് എക്സ് വരും. ഹോൾ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ. ഈ മൈനസ് എക്സ് പ്ലസ് എക്സ് വെട്ടിപ്പോയി, ബാക്കി വരുന്നത് മൈനസ് വൺ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ. പ്രൂവ് ചെയ്തിലേക്ക് ഡി വൈ ബൈ എക്സ് ഈക്വൽ ടു മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അത് ചെയ്യേണ്ട രീതി, ഈ ചോദ്യം വന്നാൽ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. നാലാമത്തെ റിവിഷൻ ക്വസ്റ്റ്യൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ കോസ് വൈ ആണ്, കോസ് എക്സ് അല്ല, കോസ് വൈ ഈക്വൽ എക്സ് ഇൻറ്റു കോസ് എ പ്ലസ് വൈ. പ്രൂവ് ദാറ്റ് ഡി വൈ ബൈ ഡിക്സ് എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എ പ്ലസ് വൈ ബൈ സൈന് എന്ന് തെളിയും. ആൻസർ സാധാരണ ഇതുപോലെ ചെയ്താൽ കിട്ടിയല്ല. ഒരു സ്പെഷ്യൽ മെത്തേഡ് ആണിത്, സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. കോസ് വൈ എന്നുള്ളത് എക്സ് ഇൻറ്റു കോസ് എ പ്ലസ് വൈ എങ്കിലേ തെളിയിക്കണം, ഡി വൈ ബൈ ഡിക്സ് ഇതാണെന്ന് തെളിയിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം തന്നിരിക്കുന്ന ഇക്വേഷൻ ആദ്യമേ എടുത്ത് എഴുതാം. കോസ് വൈ ഈസ് ഈക്വൽ എക്സ് ഇൻറ്റു കോസ് എ പ്ലസ് വൈ ആണ്. ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇപ്പൊ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇതിൽ നിന്നും എക്സിനെ കണ്ടുപിടിക്കാൻ വേർതിരിക്കാൻ എളുപ്പമല്ലേ? എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കാരണം എക്സ് ഇൻറ്റു കോസ് എ പ്ലസ്, അപ്പൊ എക്സ് കാണാനായിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. therefore x is equal to cos y whole divided by cos a plus y. ഇത് നോക്കിയാൽ now x is a function of y. x in terms of y. സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യാറില്ല, y is a function of x. y in terms of x അല്ലേ കൂടുതൽ ചോദ്യങ്ങൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇവിടെ നോക്കി x in terms of y നേരെ തിരിച്ചല്ലേ.
ശ്രദ്ധിക്കണം, സാധാരണ ഇത് y ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്, ഇത് x ഇൻ ടേംസ് ഓഫ് y ആണ്, ഇവിടെ a കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പിന്നെ എന്തായിരിക്കും ഡെറിവേറ്റീവ് കാണുമ്പോൾ തിരിച്ചടിച്ചിട്ട് എല്ലാം തിരിച്ചു ചിന്തിക്കട്ടെ, നേരെ തിരിച്ചറിയാൻ മതി x ഇൻ ടേംസ് ഓഫ് y. അപ്പം തിരിച്ചു ചിന്തിക്കട്ടെ. അപ്പൊ dy by dx കാണുന്നതിന് പകരം dx by dy, y ഇൻ ടേംസ് ഓഫ് x ആണെങ്കിൽ ഡെറിവേറ്റീവ് y വിത്ത് റെസ്പെക്ട് dy by dx ആണ് എഴുതുന്നത്. ഇവിടെ x ഇൻ ടേംസ് ഓഫ് y അല്ലേ, അപ്പൊ വേരിയബിൾസ് തിരിഞ്ഞു വന്ന സ്ഥിതിക്ക് ഡെറിവേറ്റീവ് തിരിഞ്ഞു, അപ്പൊ ഡെറിവേറ്റീവ് x വിത്ത് റെസ്പെക്ട് ടു y. അപ്പൊ എന്താ എഴുതണം, ഇവിടെ എന്താ dy by dx അല്ല dx, ഡെറിവേറ്റീവ് x വിത്ത് റെസ്പെക്ട് ടു y. കണ്ടോ, മാറിപ്പോയത് ശ്രദ്ധിച്ച് ചെയ്യണം. ഇതിന്റെ അർത്ഥം d by dy ഓഫ് x ആണ്, x ഇൻ ടേംസ് ഓഫ്. അപ്പൊ എന്താ ഇടും ഇതിനെ, ദാറ്റ് ഈസ് d by dy ഓഫ്, കണ്ടോ മാറിപ്പോയത്, ഓഫ് ഇതാണ് ഈ സ്റ്റെപ്പ് എഴുതിയാലും കുഴപ്പമില്ല, cos y by cos a plus y. കണ്ടോ, d by dy ഓഫ് x, x എന്ന് പറയുന്നതാണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന RHS കോഷ്യന്റ് റൂൾ അല്ലേ. അപ്പൊ എന്താ ഞാൻ മുഴുവൻ എഴുതിയ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ മൊത്തം സ്റ്റെപ്പ് എഴുതിയ കോഷ്യന്റ് റൂൾ. അപ്പൊ ഡിനോമിനേറ്റർ കോസ് എ പ്ലസ് വൈ ആണ്, അറിയാതെ എക്സ് എഴുതുന്നത്, ഇൻറ്റു ഡി ബൈ ഡി വൈ ആണ്, ഡി ബൈ ഡി എക്സ് എന്ന് എഴുതരുത്, ഡി ബൈ ഡി വൈ ഓഫ്. അറിയാതെ ഡി ബൈ ഡി എക്സ്, കാരണം നമ്മളെല്ലാം ഡി ബൈ ഡി എക്സ് ഇതുവരെ പഠിച്ചപ്പോഴും ഇതൊരു സ്പെഷ്യലാണ്. ഡി ബൈ ഡി വൈ ഓഫ് ന്യൂമറേറ്റർ മൈനസ് കോഷ്യന്റ് റൂൾ ആണ്, ന്യൂമറേറ്റർ അതുപോലെ കോസ് വൈ ഇൻറ്റു ഡി ബൈ ഡി വൈ ഓഫ് ഡിനോമിനേറ്റർ കോസ് എ പ്ലസ് വൈ ഹോൾ ഡിവൈഡ് ബൈ, വര നീട്ടിടുക, ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ കോസ് സ്ക്വയർ എ പ്ലസ് വൈ എന്ന് വരും. ഇനി നമുക്ക് റൈറ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്യാം. എല്ലാത്തിനും നോക്കി ഡി എക്സ് ബൈ ഡി വൈ ആണ് കേട്ടോ. അപ്പൊ പറഞ്ഞോളൂ, കോസ് എ പ്ലസ് വൈ ഇൻറ്റു കോസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പൊ കോസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ തന്നെയാണ്, കുഴപ്പമില്ല, സെയിം വേരിയബിൾ താഴെ മുകളിൽ. അപ്പൊ എന്താണ് മൈനസ് സൈൻ വൈ മതി. ഞാൻ ചോദിച്ചു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് വൈ ആയിരുന്നെങ്കിലോ, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് വൈ ആയിരുന്നെങ്കിലോ, അപ്പൊ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എഴുതണമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, രണ്ട് വേരിയബിൾ സെയിം, താഴെ മുകളിൽ സെയിം വേരിയബിളാ, കോസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് വൈ തന്നെയാണ്. അപ്പൊ മൈനസ് സൈൻ വൈ മാത്രം മതി. മൈനസ് കോസ് വൈ ഇൻറ്റു, ഇനി വീണ്ടും കോസ് എ പ്ലസ് വൈ പറഞ്ഞ് വിത്ത് റെസ്പെക്ട് വൈ ആണ്. അപ്പൊ ഇതിടും മൈനസ് കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എ പ്ലസ് വൈ ഇൻറ്റു എ പ്ലസ് വൈ ഒന്നും കൂടി. അപ്പൊ ഏഴ് ഡെറിവേറ്റീവ് എന്താ, ഏഴ് ഡെറിവേറ്റീവ് 0 പ്ലസ് വൈ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ 1 അല്ലേ വരുള്ളൂ. വിത്ത് റെസ്പെക്ട് വൈ എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എപ്പോഴും 0യാ. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ എന്നുള്ള ഒന്ന് തന്നെയാണ്. 0+1 എഴുതിയാലും കുഴപ്പമില്ല, 0+1 വരും. ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഒരു മാറ്റമില്ല, കോസ് സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ. ബാക്കി ഞാൻ അപ്പുറത്തെ സൈഡിൽ എഴുതാം. അപ്പം മനസ്സിലാക്കുക, ഡി ബൈ ഡി വൈ ഓഫ് ആണ്. ഇനി നമുക്കൊരു കാര്യം ക്രമീകരിച്ചിടാം, ദാറ്റ് ഈസ് മൈനസ് സൈൻ വൈ ഇൻറ്റു കോസ് എ പ്ലസ് വൈ. ക്രമീകരിച്ചെന്നുള്ളൂ കേട്ടോ, മൈനസ് സൈൻ വൈ ഇൻറ്റു കോസ് എ പ്ലസ് വൈ. ഇതോ രണ്ട് മൈനസ് അല്ലേ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ്, ഇവിടെ രണ്ട് മൈനസ് ഉണ്ട്, പ്ലസ് സൈൻ എ പ്ലസ് വൈ ഇൻറ്റു കോസ് വൈ. ഓക്കെ, മൈനസിന് മൈനസ് പ്ലസ്, സൈൻ ആദ്യം എഴുതുന്നുള്ളൂ, സൈൻ ഇൻറ്റു കോസ് രണ്ടാമത്, ഹോൾ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എ പ്ലസ് വൈ. ഡിനോമിനേറ്റർ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നെഗറ്റീവ്, നമുക്കൊരു പോസിറ്റീവ് ടേം ആദ്യം എഴുതാം. എന്തിനാണ് അടുത്ത സ്റ്റെപ്പ് മനസ്സിലാവും. ഈ പോസിറ്റീവ് ടേം ആദ്യം എഴുതാം, ദാറ്റ് ഈസ് സൈൻ എ പ്ലസ് വൈ ഇൻറ്റു കോസ് വൈ മൈനസ് രണ്ടാമത് എഴുതാം, മൈനസ് കോസ് എ പ്ലസ് വൈ ഇൻറ്റു സൈൻ വൈ തിരിച്ചെഴുതിയെന്നുള്ളൂ, ഹോൾ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എ പ്ലസ് വൈ. ഇനി നിങ്ങൾ ഈ ന്യൂമറേറ്റർ നോക്കി, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഫോർമുല അല്ലേ ട്രിഗണോമെട്രിയില്. ഈ ന്യൂമറേറ്റർ ഒന്ന് വായിച്ചിരുന്നു, ഒരു താളത്തിലല്ലേ വരുന്നത്. പ്രത്യേകിച്ച് സൈൻ എ കോസ് ബി, കേട്ടോ, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി രൂപത്തിലല്ലേ. എക്ക് പകരം എ പ്ലസ് വൈയും ബിക്ക് പകരം വൈ സങ്കല്പിക്കുക. അപ്പൊ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്രമീകരിച്ചത്. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ഇതിന്റെ ചുരുക്കരൂപം എന്താ, അല്ലെങ്കിൽ ഈ കാണുന്ന എന്തിന്റെ എക്സ്പാൻഷൻ, സൈൻ എ മൈനസ് ബി അല്ലെ. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറയുന്നത് സൈൻ എ മൈനസ് ബിക്ക് തുല്യമാണ്. എക്ക് വരെ എ പ്ലസ് വൈ എടുക്കും. അപ്പൊ എന്തിനാ ഇത് ന്യൂമറേറ്റർ സൈൻ എക്ക് വരെ എ പ്ലസ് എ മൈനസ് ബിക്ക് വരെ വൈ ആണ്. ഇത്രയും ചുരുക്കി എഴുതി.
ഇത് ഒരുമിച്ച് എടുക്കണം കേട്ടോ. സൈൻ എ മൈനസ് ബി രൂപത്തിലാണ്. അതറിയാവുന്നവർക്ക് മനസ്സിലാവുള്ളൂ. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബിയുടെ ചുരുക്കൽ സൈൻ എ മൈനസ് ബി. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ കോസ് സ്ക്വയർ എ പ്ലസ് വൈ അതുപോലെ തന്നെ. അപ്പൊ ഇവിടെ ഈ വൈ വിട്ട് പോയില്ലേ, ബാക്കി വരുന്നത് എന്താണ്? സൈൻ ഓഫ് ഏത് മാത്രം വരും, സൈൻ എ മാത്രം വരും ബൈ കോസ് സ്ക്വയർ എ പ്ലസ് വൈ. ഇത് എന്താ നമുക്ക് കിട്ടുന്നത്? എന്റെ എൽ എച്ച് എസ് എന്തായിരുന്നു? ഇത് എൽ എച്ച് എസ് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി വൈ ആണ് കേട്ടോ. ഡെറിവേറ്റീവ് എക്സ് വിത്ത് റെസ്പെക്ട് ചെയ്യാം. നമുക്ക് ചോദ്യം എന്താണ്? പ്രൂവ് ദാറ്റ് ഡി ആയിരുന്നു. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ. therefore ഡെറിവേറ്റീവ് y വിത്ത് റെസ്പെക്ട് ടു dy by dx ഇതിന്റെ റെസിപ്രോക്കൽ. ഇത് dx by dy ആ. ചോദ്യത്തിനകത്ത് dy by dx ആണല്ലോ പറഞ്ഞത്. നമ്മുടെ സൗകര്യാർത്ഥം എളുപ്പത്തിന് വേണ്ടിയിട്ട് dx by dy കണ്ടു. കാരണം x ഇൻ ടേംസ് ഓഫ് y ആയിരുന്നു. അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഡിഫറൻസിയേഷൻ എളുപ്പമാകുന്നതിന് വേണ്ടി x by dy കണ്ടുപിടിച്ചു. പക്ഷെ ചോദ്യത്തിനകത്ത് dy by dx ആ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ, തിരിച്ചിട്ടാൽ പോരെ. അപ്പൊ ഇത് മുകളിൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ കോസ് സ്ക്വയർ എ പ്ലസ് വൈ മുകളിലും പോവും, താഴെ സൈൻ എയും വരും. ഇതാണ് പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പല പ്രാവശ്യം ചോദിച്ചിരിക്കുന്നതാണ്. പറ്റുന്നവർ മാത്രം ചെയ്ത് പഠിക്കും. പറ്റുന്നവർ കുറെ പേർക്ക് പറ്റും, അവർ ചെയ്ത് പഠിക്കുക, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ചോദ്യം ശ്രദ്ധിക്കുക. ഗിവൺ ദാറ്റ് ഇ റൈസ് ടു എക്സ് മൈനസ് വൈ എക്സ് റൈസ് ടു വൈ. ഇതുപോലെ സാമ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ഈ വീഡിയോ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇ റൈസ് ടു എക്സ് മൈനസ് വൈ എക്സ് റൈസ് ടു വൈ എങ്കിൽ ഷോ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ബൈ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ. ഒന്ന് ഇങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇതേ ചോദ്യം തന്നിട്ട് ഇതുപോലെ തന്നിട്ട് ഷോ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ബൈ ഇതിന് പകരം 1 പ്ലസ് ലോഗ് എക്സ് വരെ ലോഗ് ഇ എക്സ് ഹോൾ സ്ക്വയർ എന്ന് ചോദിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു 2-3 വർഷം ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പലർക്കും കൺഫ്യൂഷൻ വന്നു. ഇതാണ് അന്ന് ക്ലാസ് ചെയ്തിരുന്നത്. പക്ഷെ ഒരു സ്റ്റെപ്പും കൂടി എഴുതിയാൽ മതി, ഇതിലേക്ക് എത്തിച്ചേരാമായിരുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം എന്ത് തന്നിട്ടുണ്ട്? ഇ റൈസ് ടു എക്സ് മൈനസ് വൈ എക്സ് റൈസ് വൈ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഡി വൈ ബി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. എല്ലാ ചോദ്യത്തിനകത്ത് അവസാനം ഡി വൈ ബി എക്സ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന കണ്ടീഷൻ എഴുതിയിരുന്നു കേട്ടോ. എടുത്തെഴുതി ഗിവൺ അല്ലെങ്കിൽ ഇഫ് എന്ന് ചേർത്തരാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഇതുപോലെ ചെയ്തല്ലേ, ലോഗ് എടുക്കുക. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ എന്തുണ്ട്? ലോഗ് ഇ റൈസ് ടു എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ലോഗ് എക്സ് റൈസ് ടു വൈ. ഇവിടെ ലോഗിൽ എടുക്കുമ്പോൾ ലോഗ് ഇ റൈസ് ടു എക്സ് എക്സ് എന്നല്ല, അപ്പൊ എക്സ് മൈനസ് വൈ ഇത് മാത്രം കിട്ടിയല്ലേ. രണ്ടു തവണ ചെയ്തല്ലേ. ലോഗ് ഇ അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ എഴുതിയെടുക്കുക. എക്സ് മൈനസ് വൈ ഇൻറ്റു ലോഗ് ലോഗിയുടെ വാല്യൂ 1. എങ്ങനെ ചെയ്താലും എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? ഇവിടെ വൈ അല്ലേ. അപ്പൊ വൈ പുറത്തേക്ക് ഇടുമ്പോൾ വൈ ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലേക്ക് ചെയ്ത പോലെ ഇതിന് വൈ വേർതിരിച്ചെടുക്കാലോ. ഇത് ഇംപ്ലിസിറ്റാ, ശരിക്കും ഇത് ഇംപ്ലിസിറ്റാ. ഇതിന് വൈയെ വേർതിരിച്ച് ഇതിനെ എക്സ്പ്ലിസിറ്റ് ആക്കാൻ പാടില്ലേ. ഇപ്പൊ തൊട്ടുമുമ്പ് ഇതിനകത്ത് എക്സ് വേർതിരിക്കാൻ എളുപ്പമായിരുന്നു അല്ലെ. എക്സിന് വേർതിരിക്കാൻ എളുപ്പമായി. ഇപ്പൊ നമ്മൾ ചെയ്തത് ഇത് വൈ വേർതിരിക്കാൻ എളുപ്പം. ഈ മൈനസ് വൈ അങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് വൈ ലോഗ് എക്സ്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ പുറത്തേക്ക് എടുത്താൽ വൈ ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. അതുകൊണ്ട് വൈ കാണാൻ എളുപ്പമല്ലേ. വൈ എന്നുള്ളത് എന്തായിരിക്കും? നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സ് കണ്ടോ. വൈ ഇൻ ടേംസ് ഓഫ് എക്സ് ആയില്ലേ, എക്സ്പ്ലിസിറ്റ് ആയില്ലേ. തന്നിരിക്കുന്നത് ഇംപ്ലിസിറ്റ് ആയിരുന്നു. ലോഗരിതം എടുത്ത് ലഘൂകരിച്ചപ്പോൾ നമ്മൾ കണ്ടോ വൈ ഇൻ ടേംസ് ഓഫ് എക്സ് ആയിട്ട് മാറി, എക്സ്പ്ലിസിറ്റ്. ഇനി സാധാരണ ഇതുപോലെ ഡി വൈ ബൈ എക്സിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഡി വൈ ബൈ എക്സ് ആണ് ഏത് റൂളാണ്? കോഷൻ റൂൾ. കോഷൻ റൂളല്ലേ പറ്റുള്ളൂ. അപ്പൊ ഡിനോമിനേറ്റർ 1 പ്ലസ് ലോഗ് എക്സ് ജി എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ എക്സ് ഓഫ് 1 പ്ലസ് ലോഗ് എക്സ് കേട്ടോ. 0 പ്ലസ് 1 ബൈ എക്സ്. ഞാൻ പറയാം 1 പ്ലസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഡെറിവേറ്റീവ് 0, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ. അതുപോലെ പറഞ്ഞോട്ടെ ലോഗ് എക്സിന്റെ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് ലോഗ് എക്സിന് 1 പ്ലസ് ലോഗ് എക്സ് തന്നെ ശരിയല്ലേ. 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഇവിടെ എക്സിന്റെ 1 ബൈ എക്സ് വെട്ടിപ്പോയി -1 തന്നെ വരുള്ളൂ. 0 പ്ലസ് 1 ബൈ എക്സ് എക്സ് എക്സിന് വെട്ടിപ്പോവും. -1 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ 1 ഉം 1 ഉം വെട്ടിപ്പോവും. ബാക്കി എന്ത് കിട്ടും? ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സിന്റെ ഹോൾ സ്ക്വയർ. പ്രൂവ് ചെയ്തില്ലെങ്കിൽ ആദ്യ പാർട്ട് ഇങ്ങനെയാണ് വരുന്നതെങ്കിലും കിട്ടിയല്ലോ. ലോഗ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് തന്നെ കിട്ടിയിരുന്നത്. അങ്ങനെയാ വരുന്നെങ്കിൽ ഇതുകൊണ്ട് നിർത്തുക കേട്ടോ. ഇതുപോലെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കുക. ഇനി അതല്ല രണ്ടാമത്തെ പാർട്ടാ വരുന്നെങ്കിൽ ഇത്ര എഴുതി നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാൻ പോകും. ഇതുപോലെ ആൻസർ ഉണ്ടാക്കിയെടുക്കാൻ. ഇതുപോലെയാണ് ചോദിക്കുന്നെങ്കിലേ ന്യൂമറേറ്റർ കുഴപ്പമൊന്നുമില്ല, ഇത് ലോഗ് എക്സ് തന്നെയല്ലേ. അപ്പൊ ഡിനോമിനേറ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതുപോലെ ആക്കി ലോഗ് ഇ എക്സ് ആക്കി എടുക്കണം. നമുക്ക് കിട്ടിയത് 1 പ്ലസ് ലോഗ് എക്സ് അല്ലേ, അതിന് നമുക്ക് ലോഗ് ഇ എക്സ് ആക്കി എടുക്കണം. അതിനെന്താ പറയുന്നത്? ഈ 1 പകരം ഇയുടെ ടൈം ഉണ്ട് ലോഗ് ഇ എന്ന് കൊടുത്താൽ പോലെ ഈ 1 സ്ഥാനത്ത് ലോഗ് ഇ കൊടുക്കുക. ഇതുപോലെ ആൻസർ ഉണ്ടാക്കിയിട്ട് ഈ 1 എന്നുള്ള ലോഗ് ഇ, കാരണം ലോഗ് ഇ 1 ഞാൻ എഴുതുന്നുണ്ട്.
പ്ലസ് ലോഗ് എക്സ് അതുപോലെ നടക്കട്ടെ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ലോഗ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എന്റെ ബി എഴുതാൻ പാടില്ലേ അതുപോലെ ലോഗ് ഇ പ്ലസ് ലോഗ് എക്സ് എഴുതാൻ ചുരുക്കി ലോഗ് ഇ എക്സ് ഹോൾ സ്ക്വയർ. അപ്പൊ രണ്ടാമത്തെ ആൻസർ രണ്ടും ഒന്ന് തന്നെയല്ലേ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് 2 സ്റ്റെപ്പും കൂടി ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസറിൽ എത്തിച്ചേരാം. മനസ്സിലായവര് മനസ്സിലാക്കി പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണിത്. മറ്റൊരു ചോദ്യം, ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു മെത്തേഡ് കാണാം. ആ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ എന്നുള്ള ഭാഗത്ത് എക്സാമ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് എളുപ്പ രീതി പറയാം. ഫൈൻഡ് dy by dx if x raised to 2/3 plus y raised to 2/3 equal a raised to 2/3. അപ്പൊ ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ലേ. ഒറ്റ നോട്ടത്തിൽ നോക്കി ഇംപ്ലിസിറ്റ് ആണ് അല്ലെ. ഇംപ്ലിസിറ്റ് ആണ്. എക്സും വൈയും മിക്സ് ചെയ്താ വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും dy by dx കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ അവർ ചെയ്തിട്ടിരിക്കുന്നതാണല്ലോ ഇതിന് തുല്യമായ പാരാമെട്രിക് ഇക്വേഷൻസ് ഒക്കെ കണ്ടിട്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല, ഒട്ടും മനസ്സിലാകില്ല. അതുകൊണ്ട് ഞാനിത് സാധാരണ ചെയ്യുന്നത് പോലെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് കാണുന്ന മെത്തേഡ് നേരത്തെ കഴിഞ്ഞ വീഡിയോ ക്ലാസ് പഠിപ്പിച്ച ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആ മെത്തേഡ് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എഴുതണമെങ്കിൽ ആദ്യമേ എന്താ തന്നിരിക്കുന്നത്, ഇതല്ലേ തന്നിരിക്കുന്നത്, എടുത്തെഴുതാം. എക്സ് റേസ് ടു 2/3 പ്ലസ് y raised to 2/3 is equal to a raised to 2/3. a കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. ഡിഫറൻഷിയേറ്റ് ഇത് ഇംപ്ലിസിറ്റ് അല്ലേ. അപ്പൊ എന്താ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓരോ പദത്തെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പറഞ്ഞോളൂ. എക്സ് റേസ് ടു 2/3 ഏത് ഫോർമുല ഓർമ്മ വരേണ്ടത്? എക്സ് റേസ് ടു എൻ. സംശയിക്കണ്ട. എക്സ് റേസ് ടു എൻ രൂപത്തിലാണ്. എക്സ് റേസ് ടു എൻ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ആ ലിസ്റ്റിനകത്തുള്ള എല്ലാ ഫോർമുലകളും ആയി കഴിഞ്ഞു. ഡിഫറൻസിയേഷൻ കഴിഞ്ഞപ്പോൾ എല്ലാം തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എക്സ് റേസ് ടു എന്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ്. അപ്പൊ എന്തിടും 2/3 ഇൻറ്റു എക്സ് റേസ് ടു 2/3 മൈനസ് 1. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലഘൂകരിച്ചിടാം. 2/3 മൈനസ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് വൈ റേസ് ടു 2/3. പറഞ്ഞോളൂ. അതും ആ രൂപത്തിൽ എക്സ് റേസ് ടു എൻ രൂപത്തിലല്ലേ. എക്സ് റേസ് ടു അല്ലേ, എക്സിന് പകരം വൈ ആണെന്നേ ഉള്ളൂ. അപ്പൊ എന്ത് കിട്ടും? 2/3 വൈ റേസ് ടു 2/3 മൈനസ് 1 മതിയോ? പോരാ. ഇൻറ്റു എക്സിന് പകരം വൈ ഒന്നുകൂടി ഇൻറ്റു dy by dx. ഉണ്ടോ? വീണ്ടും ഓർമ്മ വന്നല്ലോ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് ഓർമ്മ വന്നില്ലേ? എക്സ് റേസ് ടു 2/3 കുഴപ്പമില്ല. എക്സ് ആയതുകൊണ്ട് 2/3 എക്സ് റേസ് ടു 2/3 മൈനസ് 1. പക്ഷെ വൈ റേസ് ടു 2/3 ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ. അപ്പം ആദ്യമേ നമ്മൾ എൻ എക്സ് റേസ് ടു എൻ മൈനസ് എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്തു. പക്ഷെ എക്സിന് പകരം വൈ വന്നത് കൊണ്ട് വൈയെ ഒന്നും കൂടി ഈക്വൽ ടു എ റേസ് ടു 2/3. പലർക്കും സംശയം വരും. എ റേസ് ടു 2/3 ഡെറിവേറ്റീവ് എന്താ? 0. ആലോചിക്കുന്നവരെ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. എ കോൺസ്റ്റന്റ് ആണ്. ഇത് മൊത്തമായിട്ട് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. വെറുതെ കോംപ്ലിക്കേറ്റഡ് ആകരുത്. 0 ആയ ഇനി ഇതിന് ഡിവൈഡീസ് ഉണ്ട് വിളിച്ചാൽ മതി. ഡിവൈഡീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 2/3 വേണം വെട്ടിക്കളയാൻ കേട്ടോ. ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇതോടെ അല്ല അതിന് ഒരു സ്റ്റെപ്പ് കൂടി എഴുതിയേക്കാം കേട്ടോ. ഇറ്റ് ഇംപ്ലൈസ് ഈ 2/3 വെട്ടിക്കളയാം. അതാണ് നല്ലത്. ഡിവൈഡ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ അവസാനം ഡിവൈഡ് ചെയ്യുമ്പോഴും വെട്ടിപ്പോകട്ടെ. എങ്ങനെയാണ് ചെയ്തോളാം. ഞാനിവിടെ 2/3 കോമൺ ഉള്ളതുകൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് 0 ആയി ഡിവൈഡ് ചെയ്താൽ 0 തന്നെയാണ്. ഇവിടെ വെച്ച് വെട്ടിക്കളയാൻ പറ്റുന്നത് വെട്ടിക്കളയാം. അല്ലാത്തവര് അവസാനം ഡിവൈഡ് ചെയ്യുമ്പോഴും വെട്ടിപ്പോക്കോളൂ എന്നാ പറഞ്ഞത്. അപ്പൊ ഏതായാലും 2/3. അപ്പൊ നമുക്ക് അത്ര എഴുതാൻ എളുപ്പമുണ്ട്. ഇവിടെ 2/3 കോമൺ ഉള്ളതുകൊണ്ട് ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളെങ്കിൽ വെട്ടിക്കളയാൻ പാടില്ലേ. രണ്ടിടത്തും ഉണ്ട്. അപ്പം ഇവിടെ 0 ആയതുകൊണ്ട് കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. വെട്ടിക്കളഞ്ഞു. ഇനി ഇതിനെങ്ങനെയാണ്? എക്സ് റേസ് 2/3 മൈനസ് 2 മൈനസ് 3/3. അപ്പൊ മൈനസ് 1/3 എന്നല്ലേ ഇട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ കുറയ്ക്കാനുണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ 2 മൈനസ് 3 മൈനസ് 1/3 കിട്ടും. അതുപോലെ ഇവിടെ കിട്ടും വൈ റേസ് ടു മൈനസ് 1/3 ഇൻറ്റു dy by dx = 0. ഇത്രയും ചുരുക്കി കിട്ടി. നമ്മുടെ ലക്ഷ്യം dy by dx കാണാനല്ലേ. അപ്പോൾ പറഞ്ഞോളൂ. വൈ റേസ് ടു മൈനസ് 1/3 ഇൻറ്റു dy by dx = മൈനസ് എക്സ് റേസ് ടു മൈനസ് 1/3. ഈ ടേബിളിനെ അങ്ങോട്ടും ഉണ്ട്. അപ്പൊ മൈനസ് ഉണ്ടോ എക്സ് റേസ്. അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റെപ്പ് dy by dx എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എക്സ് റേസ് ടു മൈനസ് 1/3 ബൈ വൈ റേസ് ടു മൈനസ് 1. മനസ്സിലായി? അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താലും ഫുൾ മാർക്ക് ആയി കഴിഞ്ഞോ. ഈ മൈനസ് അതുപോലെ എടുക്കട്ടെ. ഇതിന്റെ രണ്ടിന്റെ പവർ നോക്കി ഇൻഡെക്സ് നോക്കി നെഗറ്റീവ് അല്ലേ. ഇൻഡെക്സ് പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? മുകളിലുള്ള അത് താഴെയുള്ള മുകളിൽ. അപ്പൊ വേണമെങ്കിൽ വൈ റേസ് ടു മൈനസ് 1/3 മുകളിലേക്ക് എടുക്കുമ്പോൾ വൈ റേസ് ടു പ്ലസ് 1/3 എഴുതാം. മുകളിൽ എക്സ് റേസ് ടു മൈനസ് 1/3 താഴോട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് റേസ് ടു 1/3 എഴുതാം. അത് നിർബന്ധമുള്ള കാര്യം തന്നെ. നിങ്ങൾക്ക് എൻട്രൻസ് ഒക്കെ അങ്ങനെ ആയിരിക്കണം. ഇതിന്റെ ഡെറിവേറ്റീവ് താഴെ പറയുന്ന എങ്ങനെ ഒരു ആൻസർ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ആയിരിക്കും വരിക. മനസ്സിലായോ? ഇൻഡെക്സ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കാനായിട്ട് താഴെയാണെങ്കിൽ മുകളിലേക്ക് എടുക്കാം, മുകളിലുള്ളത് താഴോട്ട് എടുക്കാം.
y−1/3 മുകളിലേക്ക് എടുത്തപ്പോൾ y−1/3, x−1/3 താഴോട്ട് എടുത്തപ്പോൾ x−1/3. ഈ മൈനസ് അതുപോലെ ഇടണം. ഇതിനെ വീണ്ടും എഴുതാം എങ്ങനെ? ഓർ മൈനസ് അതുപോലെ ഇടട്ടെ, ക്യൂബ് റൂട്ട് ഓഫ് y/x എഴുതുന്നത് കുഴപ്പമുണ്ടല്ലോ. ക്യൂബ് റൂട്ടിനകത്ത് എന്താ (1/3) എന്നല്ലേ? അപ്പൊ ഇതിനെ y/x (1/3) അതിന് ചുരുക്കി ക്യൂബ് റൂട്ട് ഓഫ് y/x. മനസ്സിലാവുന്ന എഴുതാലോ, അതൊരു ഇവിടെ കൂടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുന്നത് വരുന്നു. ഇതോടുകൂടി ഈ വീഡിയോ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 5ാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ? 5ാമത്തെ ചാപ്റ്ററിൽ അവസാനത്തെ ഒരു ചെറിയ ടോപ്പിക് കൂടി ഉണ്ട് കേട്ടോ, മീൻ വാല്യൂ തിയറി എന്ന് പറയുന്ന ടോപ്പിക്ക്. അത് ശരിക്കും ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് അടുത്ത ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ അത് ആ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഞാനത് പഠിപ്പിച്ചുള്ളൂ. ഒരു ചെറിയ ടോപ്പിക്കാണ്, ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ് മീൻ വാല്യൂ തിയറി എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ സാധ്യമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഞാൻ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കുറേ ഹോംവർക്കുകൾ തരാം. അപ്പൊ അതുകൊണ്ട് ചെയ്ത് പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്, തീർച്ചയായിട്ടും ചോദിക്കുക. ഓക്കെ.